നമസ്തേ. കശ്മീരിൻ്റെ പച്ചക്കുളിരത്ത് കണ്ണുമുള്ളും ചിരിക്കും നേരമാണ് വെടിയൊച്ചപ്പാട് വിറപ്പിച്ചത്. ഇടം കാണാനെത്തിയോരെ മതം ചോദിച്ച് കൊന്നുതള്ളിയോർക്ക്, മക്കളുടെയും കൊച്ചുമക്കളുടെയും കൺമുന്നിൽ നടുനെറ്റിയിൽ തോക്കുതൊട്ട് തലച്ചോറ് തെറിപ്പിച്ചവർക്ക് മാപ്പില്ലെന്ന് എത്രയാവർത്തിച്ചാലാണ് മതിവരിക? ഭാരതം നിലപാടിൽ ഉറച്ച് നടപടി കടുപ്പിച്ചപ്പോൾ, മോദിക്ക് പിന്നിൽ ലോകമണിനിരക്കുമെന്നുറപ്പായപ്പോൾ, പാകിസ്ഥാൻ്റെ വിറനാവിൽ നിഷ്പക്ഷതയും സുതാര്യതയും ചുമ്മാ വിളയാടി തുടങ്ങി. എവിടെ പോയി ഒളിച്ചാലും സങ്കല്പിക്കാനാവാത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ആണൊരുത്തൻ നെഞ്ചു വിരിച്ച് തലയുയർത്തിപ്പിടിച്ച് വിരൽ ചൂണ്ടി കത്തിക്കയറിയപ്പോൾ നിക്കറിൽ മുള്ളുന്ന പേടിയാണ് പാകിസ്ഥാന്. ഭീകരന്മാർക്ക് അടിമപ്പണിയെടുത്ത് കാൽക്കീഴിൽ കളിപ്പാവകളാകുന്ന പാക് ഭരണകൂട തലപ്പത്തിരിക്കുന്ന പേടിത്തൊണ്ടന്മാരോടാണ് ഭാരതം ഒന്നാഞ്ഞു തുമ്മിയപ്പോഴൊക്കെ ചിതറിപ്പോയ ചരിത്രമാണ് നിങ്ങളുടേതെന്ന തിരിച്ചറിവ് ഇടയ്ക്കിടെ ഓർക്കുന്നത് നല്ലതാണ്. സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് രാംകുമാർ, കേണൽ എസ് ഡിന്നി, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, കോൺഗ്രസ് നേതാവ് പ്രൊഫസർ റോണി കെ ബേബി എന്നിവർ ഒപ്പം ചേരുന്നു. ആദ്യം കേണൽ എസ് ഡിന്നിയിലേക്ക്. കേണൽ എസ് ഡിന്നി, ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണത്തിന് തയ്യാറെന്ന് ഏറ്റവും ഒടുവിൽ പാക് പ്രധാനമന്ത്രി വെറുതെ പറയുന്നു. പാകിസ്ഥാൻ ഇങ്ങനെ ഒരു വൈകിപ്പറച്ചിലിന് വിധേയരാകുന്നുവെങ്കിൽ അതിനു കാരണമെന്ത്? നോക്കൂ, ഇത് നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്ന, അതായത് പാകിസ്ഥാൻ ഒരു നിഷ്പക്ഷ അന്വേഷണത്തിന് അവർ റെഡിയാണെന്നുള്ളത്. ഇത് നമ്മൾ പലപ്പോഴും പാകിസ്ഥാൻ ബാക്ക് ഫുട്ടിലാവുമ്പോൾ, അല്ലെങ്കിൽ പലപ്പോഴും പാകിസ്ഥാൻ ഇതുപോലത്തെ ഹീനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചടി കിട്ടും എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അവര് ഇതുപോലത്തെ നമുക്കൊരു ജോയിന്റ് ഇൻക്വയറി നടത്താം, അല്ലെങ്കിൽ അത് ബേസിക്കലി കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. ഒന്ന്. രണ്ട്, ഭയം മൂലമാണ്, അതായത് തിരിച്ചടി കിട്ടും എന്നുള്ള അറിയാം. മൂന്നാമതായിട്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ അവർക്കൊരു, അതായത് അവർ നോക്കൂ, നമ്മളെ വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷെ ഭാരതമാണ് അതിന് കോപ്പറേഷൻ ചെയ്യുന്നില്ല, സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. പഠാൻകോട്ടിന്റെ കഴിഞ്ഞപ്പോഴും ഇതേപോലെ തന്നെയാണ് അവര് അന്ന് പറഞ്ഞത് നമുക്കൊരു ജോയിന്റ് ചെയ്യാം, അവിടെ വന്നിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പൊ അത് ഊരി ആയാലും ശരി, പുൽവാമ ആയാലും ശരി, ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കുക മാത്രമാണ്. അത് അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈ പല ഫാക്ടേഴ്സിന്റെ ഒരു ഇതാണ്. ഇതൊരു പുതിയ നരേറ്റീവ് അല്ല, ഇതൊരു പുതിയ രീതിയല്ല. പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഇത് പഴയ രീതിയാണ്. പക്ഷെ അതിന് നമുക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ആ പറച്ചിലിൽ ഒരു ഭയമുണ്ട്, ആ വായിച്ച രീതിയിൽ ഒരു ഭയമുണ്ട്, പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ന് ഭയമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഒന്ന് ഇടപെട്ട് ഈ ഒരു പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലവര് അവരുടെ പാർലമെന്റ് ഉള്ളിൽ വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തും, ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ളത്. ചിലവര് ലോക രാജ്യങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഇതുപോലെ ചിലവര് സ്റ്റേറ്റ്മെന്റ്സ് എവിടെയൊക്കെയാണ്, ഞങ്ങൾ റെഡിയാണ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ. ആര് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാന്? എന്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനാണ്? ജോയിന്റ് ആയിട്ട് എന്താണ് ഇനി അറിയേണ്ടുള്ളത്? ഇത്രയും വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. ഇനി അതിനകത്ത് എന്താണ് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ളത്? അപ്പൊ ഇതെല്ലാം ഒരു എന്താ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുകമറ സൃഷ്ടിക്കാനും ഡിലേ ടാക്ടിക്സുമാണ്. അതായത് എത്രമാത്രം ഡിലേ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ഒരു തിരിച്ചടി, അതൊക്കെ ആ രീതിയിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഭാരതം കൃത്യമായിട്ട് പാകിസ്ഥാന്റെ ഗെയിം പ്ലാനെ അറിയാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒമാർ അബ്ദുള്ളയും എനിക്ക് തോന്നുന്നു ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് അതിനൊരു ഒരു സീരിയസ്നെസ്സും കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിനെക്കുറിച്ച് വലിയ രീതിയിൽ വറി ചെയ്യേണ്ട കാര്യമില്ല. പുതിയതായിട്ടൊന്നും അല്ല അവർ ചെയ്യുന്നത്, പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യും എന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. യെസ്, അഡ്വക്കേറ്റ് രാംകുമാർ, ഇപ്പോൾ പ്രഖ്യാപിക്കാമെന്ന് പറയുന്ന അന്വേഷണം അത് പാകിസ്ഥാൻ്റെ വിജയിക്കാത്ത തന്ത്രമാണ്. എനിക്ക് മനസ്സിലാവാത്തത്, നമ്മുടെ മണ്ണായ കാശ്മീരിൽ നമ്മുടെ രാജ്യക്കാർ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ വെടിവെച്ച് കൊന്നതിന് അന്വേഷണം നടത്താൻ പാകിസ്ഥാൻ സഹകരിക്കാം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്?
സംഭവം നടന്നത് നമ്മുടെ മണ്ണിലാണ്, മരിച്ചു വീണത് ഭാരതീയരാണ്, പ്രത്യേക മതവിഭാഗം. അതിനെക്കുറിച്ച് അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ആ പറച്ചിൽ കൊണ്ട് തന്നെ വ്യക്തമാണ് പാകിസ്ഥാന് അതിൽ പങ്കുണ്ടെന്ന്. അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യത്തിൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് അയൽ രാജ്യം പറയുന്നതിന് എന്താ പ്രസക്തി? ഇവിടെ വാസ്തവത്തിൽ ഇതൊരു അനുഗ്രഹമായിട്ട്, ഈ നിലപാടുകൾ ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കണം. കാരണം ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് മതഭീകരതയുടെ മുഖം മാത്രമല്ല, കപട മതേതരത്തിൻ്റെ മുഖം കൂടിയാണ്. കാരണം മതഭീകരർ പ്രത്യേകിച്ച് ആളുകളെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ ഹിന്ദുവാണോ എന്ന് 4 പ്രാവശ്യം ചോദിച്ച ശേഷമാണ് വെടിവെച്ചത്. അവരെ രക്ഷിക്കാൻ നോക്കിയ അവിടെ കുതിരവണ്ടി ഓടിക്കുന്ന ഒരാളെയും വെടിവെച്ച് വീഴ്ത്തി. ഇത് എഴുതിയിരിക്കുന്ന ആരാണ്? ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പത്രത്തിൻ്റെ ഇന്നത്തെ മധ്യ പേജിൽ പിർസാദ ആഷിഖ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് അതിനെക്കുറിച്ച് വിവരണം കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട്. ഒരു മതത്തിൽപ്പെട്ട ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മതഭീകരവാദികൾ ചെയ്തത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും നമ്മുടെ രാജ്യത്തെ ചില കപട മതേതരക്കാർ മറിച്ച് പറയണം. ഏറ്റവും അത്ഭുതം, രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ ബന്ധു ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ കളിയാക്കിയാണ്. എന്തൊരു കപടമ! വേറൊരു വിപ്ലവ നേതാവ് പറഞ്ഞിരിക്കുന്നു ഇത് മതഭീകരതയല്ല എന്ന്. പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു ഇത് മതഭീകരതയാണ്. അവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കിത് മടുത്തു, ഞങ്ങൾ പാശ്ചാത്യക്കാർക്ക് വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്ന് മാത്രമല്ല, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാനിവിടെ വായിച്ചതാണ്, ഇത്തരം പ്രവൃത്തികളിൽ മടുത്ത് 9,000-ത്തിലധികം പാകിസ്ഥാൻ പട്ടാള ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ആളുകൾ രാജിവെച്ച് ഇതിലും ഭേദം തൂപ്പ് ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കാലത്ത് രാജിച്ചു. അതിൽ കുറേ പേര് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി. കാരണം ബലൂചിസ്ഥാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനിലെ ജനങ്ങൾ അസംതൃപ്തരാണ്. അവർ പാകിസ്ഥാൻ്റെ ഇന്നത്തെ ഭരണാധികാരികൾക്കെതിരാണ്. അത് വിഷയം പോട്ടെ. ഇവിടെ ഇവരുടെ പ്രതികരണം കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സന്ദർഭത്തിൽ ഇൻ്റലിജൻസ് വീഴ്ചയുണ്ടായി. രഹസ്യാന്വേഷണത്തിൻ്റെ പരാജയമാണ്. ഡാനിയൽ രാജ എന്ന് പറഞ്ഞ അഖില ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവുണ്ട്. അവരുടെ പ്രതികരണം ആരെ അത്ഭുതപ്പെടുത്തില്ല. കാരണം കാലാകാലങ്ങളായിട്ട് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് കുപ്രസിദ്ധി നേടി സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ്. അടിയന്തരാവസ്ഥ ജനനന്മയ്ക്ക് എന്ന് പറഞ്ഞവരാണ്. അവരിൽ നിന്നും മറിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ പ്രമുഖ പാർട്ടിയുടെ നേതാവ് പറഞ്ഞു ഇത് മതഭീകരതയല്ല എന്ന്. ചെയ്ത ആളുകൾക്ക് പോലും അങ്ങ് അത് നിഷേധിക്കാനുള്ളതില്ല. അവരുറപ്പിച്ച് പറയണു, പാകിസ്ഥാനിലെ മന്ത്രി പറയണു, ബാക്കിയുള്ളവരും പറയണു. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കപട മതേതരക്കാരുടെ മുഖം ഒരിക്കൽ കൂടി പകൽ പോലെ വ്യക്തമാക്കാൻ രാജ്യസ്നേഹികൾക്ക് ഒരവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. ഇവരെ വിശ്വസിക്കരുത്. നമുക്ക് മതഭീകരവാദികളെ വിശ്വസിക്കാം, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പ്രവചിക്കാം. പക്ഷേ അകത്തുള്ള കപട മതേതരവാദികളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? അവരെ ഞാൻ പതിവായി പറയും പോലെ ആട്ടുന്നൊരട്ട ചെന്നായ്ക്കളാണ്. കഴുത്തിന് പിടിക്കുമ്പോഴാണ് നമ്മളറിയുക ഇത് ആടല്ല ചെന്നായാണെന്ന്. അവരാണ് ഈ രാജ്യത്തെ ഏറ്റവും ഒറ്റിക്കൊടുക്കുന്ന അപകടകാരികൾ. അവരെ തൊലി ഉരിച്ച് കാണിക്കേണ്ട ബാധ്യത എല്ലാ ദേശസ്നേഹികൾക്കുണ്ട്. കാരണം സൗദി അറേബ്യ പോലും ഭാരതത്തിൻ്റെ കൂടെയാണ്, മുസ്ലിം രാജ്യങ്ങളൊക്കെ. ഇറാൻ്റേതായ കാര്യങ്ങളുണ്ട്. കാരണം കാശ്മീരി മുസ്ലിങ്ങൾ സുന്നികളല്ല, ഷിയകളാണ്. ഇറാൻ ഷിയ മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാജ്യമാണ്. സ്വാഭാവികമായും കാശ്മീരി മുസ്ലിങ്ങളോട്
ഇറാന് ഒരു പ്രത്യേകത തോന്നുന്നു, സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ മതേതരത്വത്തിൻ്റെ വക്താക്കളാണ്. ഏറ്റവും വലിയ മതേതര പാർട്ടിയാണെന്നാണല്ലോ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. സർവ ആദരണീയനായ തങ്ങൾ വരെ മതം കൂട്ടിക്കൊലർത്തരുത് എന്ന് പറഞ്ഞു. ആരാണ് കൂട്ടിക്കൊല്ലുന്നത്? ആദരണീയനായ തങ്ങളോട് ബഹുമാന പുരസ്പരം ചോദിച്ചിട്ടെ, മതത്തിൻ്റെ പേര് ആരാണ് ഇതിന് കൂട്ടിക്കലർത്തിയത്? 24 ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നവർ അവർ 4 പ്രാവശ്യം ചോദിച്ചു എന്നാണ് പ്രസാദ് ആസിഖ് ഹിന്ദു പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അത് കണ്ട് പേടിച്ചോടിയ സ്ത്രീകളും പോലും അവർ വെറുതെ വിട്ടില്ല. അപ്പം മതഭീകരതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യം അതാണെന്ന് പറയാൻ പാടില്ല എന്ന് തങ്ങളെപ്പോലെ എല്ലാ മതക്കാരും ആദരിക്കുന്നൊരു വ്യക്തി പറഞ്ഞാൽ അത് അദ്ദേഹത്തെ സ്വയം ഇകഴ്ത്തിത്താട്ടലല്ലേ? അദ്ദേഹത്തോടുള്ള ബഹുമാനം കുറച്ച് കാണിക്കാനുള്ള രാഷ്ട്രീയ കക്ഷികളെ പോട്ടെ, രാഷ്ട്രീയ കക്ഷികൾക്ക് എന്തും വിളിച്ച് പറയാം. ഗതികേടിലാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഒരപകടം തോട്ടിൽ വീണ് മരിച്ചാൽ വീട് സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി രാജ്യത്തിന് വേണ്ടി കാശ്മീരിൽ വെച്ച് പോരാടി വീരമരണം സ്ഥാപിച്ച ആ വീട് ഒന്ന് സന്ദർശിക്കാൻ പോലുമുള്ള ഒരു സൗമനസ്യം അദ്ദേഹം നാളെ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പാകിസ്ഥാനോ പേടിസ്ഥാനോ ചർച്ച തുടരുന്നു. കേണൽ എസ് ഡിന്നി, പാക് സൈനിക മേധാവിയുടെ, പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ ഒക്കെ കുടുംബത്തെ US-ലേക്കും UK-യിലേക്കുമൊക്കെ മാറ്റിയെന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇത് പേടിയല്ലാതെ മറ്റെന്താണ്? തീർച്ചയായിട്ടും നമുക്കറിയാം, ആദ്യം തന്നെ ഈ പാകിസ്ഥാൻ ആർമിയുടെ ഈ മുതിർന്ന റാങ്കിലൊക്കെ ഉള്ള ജനറൽസും മറ്റ് റാങ്കിലൊക്കെ ഉള്ളവർ അവരുടെ കുടുംബത്തെയൊക്കെ വെളിയിൽ തന്നെയാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. കാരണം പാകിസ്ഥാന്റെ ഉള്ളിൽ അത്രയും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായത് അവര് ദുബായിലും കാനഡയിലും US-ലും ഈവൻ UK-യിലും ഒക്കെ ധാരാളം പേര് സെറ്റിൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ അവർക്ക് തൊഴിൽ പോലും പാകിസ്ഥാൻ ആർമിയുടെ ഒരു രീതിയിൽ അവിടെ അവർക്ക് അതും ചെയ്തു കൊടുക്കും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ ആർമി തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, മറ്റ് ഇതൊക്കെ ചെയ്യുന്നത്. ഈവൻ പാകിസ്ഥാന്റെ ഉള്ളിലും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പുറത്തും. കഴിഞ്ഞ വർഷമായിരുന്നു ഏതോ ഒരു ജനറൽ ഏതോ ഒരു പിസ്സ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി പുറം രാജ്യത്തിലുള്ള ആരോ ആയിട്ടൊക്കെ എന്തോ എഗ്രിമെന്റ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്ന ന്യൂസ് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് ജനറൽ അസീം മുനീറിന്റെ പോലും കുടുംബം അംഗങ്ങൾ പുറത്തോട്ട് പോയി എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു സൂചനയാണ്. അതായത് അവർക്ക് ഭയമുണ്ട്. ആ ഭയം അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ ആദ്യം കുടുംബാംഗങ്ങളെയൊക്കെ മാറ്റുന്നത്. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് അവർ ചെയ്തത് എന്താണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ആ ചെയ്തതിന് തിരിച്ചടി കിട്ടും എന്നുള്ള നല്ല അറിവുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഭാരതത്തിന്റെ മുൻകാല റെക്കോർഡ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പാകിസ്ഥാനികളുടെ പ്രത്യേകിച്ച് പാകിസ്ഥാനി സൈന്യത്തിന്റെ ഒരു വിശേഷത എന്ന് പറഞ്ഞാൽ അവര് വെരി ഗുഡ് ഇനിഷ്യേറ്റേഴ്സ് ആണ്. അതായത് തുടക്കം അവർ വളരെ ഗ്രാൻഡ് ആയിട്ട് നടത്തും, പക്ഷെ തീർക്കുന്നത് നമ്മളാണ്. എപ്പോഴും ഏതൊരു ഇതിന്റെ ബാക്കിൽ നോക്കിയാൽ ഇപ്പൊ കാർഗിലായാലും ശരി, 71 ആയാലും ശരി, 71 യുദ്ധത്തിലായാലും ശരി, 65 ആയാലും ശരി, അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഈ പ്രോബ്ലംസും തുടക്കുന്ന വലിയ ഗ്രാൻഡ് രീതിയിലായിരിക്കും പാകിസ്ഥാൻ. പക്ഷെ അവർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ വരും. ഇപ്പോഴും അത് തന്നെയാണ് ഒരു സംഭവിച്ചിരിക്കുന്നത്. അവർ ഈ ഒരു ഹീനമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു, പക്ഷെ ഇനി അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത ഒരു രീതിയിലാണ് നിൽക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു പേടി, നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്ക. ഇപ്പൊ ഓൾറെഡി തന്നെ ഈ സിന്ധു നദി കരാർ റദ്ദ് ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന്റെ സെറ്റ് ഇൻ അബയൻസ് ആക്കി തന്നെ അവരുടെ വലിയൊരു ഒരു പ്രോബ്ലം തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ തന്നെ, ഞാനിപ്പോ ധാരാളം ഇതിനകത്ത് വീഡിയോസ് ഒക്കെ കാണായിരുന്നു, അവിടുത്തെ ആളുകൾ തന്നെ ഓൾറെഡി പറയാൻ തുടങ്ങി, ഇത് ഈ വെള്ളം കുറഞ്ഞു പോയി, ഇത് എങ്ങനെ ഇപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇപ്പൊ ഓൾറെഡി വന്നു കഴിഞ്ഞു. അവിടാണ് അതേ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ഓഫീസേഴ്സിന്റെ മക്കളെല്ലാം പുറം രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിനൊക്കെ പണ്ട് ചെയ്ത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും വിടുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും ആ സൈന്യത്തിന് ആ രാജ്യത്തിന്റെ ഉള്ളിൽ എന്തുമാത്രം വിലയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ഇതിനകത്ത് കാണുന്ന വെച്ചാൽ ഈ ഒരു പ്രശ്നം ഇത് വെറും ഒരു സൈനിക നടപടിയിൽ മാത്രം ഒതുങ്ങത്തില്ല. ഈ ഒരു പ്രശ്നത്തിന് ഇതൊരു പരിഹാരം, എന്നേക്കുമായിട്ടുള്ള ഒരു പരിഹാരത്തിനാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും പാകിസ്ഥാൻ സൈന്യത്തിന് നമ്മൾ ഒരു പരിധി വരെ നശിപ്പിക്കണം. അതായത് ആ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇനി ഒരു കാരണവശാലും തലപൊക്കാൻ പറ്റാത്ത രീതിയിൽ
ഇതേപോലത്തെ പ്രവൃത്തി ഭാരതത്തിനുള്ളിൽ ചെയ്യാൻ പറ്റാത്ത ഒരു പേടി, ഒരു ഡിറ്ററൻസ് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു രീതിയിലേക്ക് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഉള്ളിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി ഇരിക്കുന്നു. അതായത് ഞാനിന്ന് ഒരാളുടെ നിരീക്ഷണം വായിച്ചത്, യുദ്ധമല്ലാത്ത യുദ്ധമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനെ യുദ്ധമല്ലാത്ത യുദ്ധക്കളി കൊണ്ട് മറികടക്കണം എന്നാണ്. കറക്റ്റ്. അപ്പൊ അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. അതായത് അവർക്ക് 1000 മുറിവുകൾ ഏൽപ്പിക്കാമെങ്കിൽ നമുക്കും ഒരു 2000 മുറിവ് നമുക്കും ഏൽപ്പിക്കാമല്ലോ. അപ്പം ഈ പലരും കാണാതെ പോകുന്നത് ഈ ഒരു കാര്യങ്ങളൊന്നും പുറത്തു വരാറില്ല. ഇപ്പോൾ പാകിസ്ഥാൻ ഒരു 4-5 വർഷമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചില റിപ്പോർട്ട്സുകൾ മാത്രമേ പുറത്തു വരാറുള്ളൂ. അപ്പം അത് എല്ലാം നമ്മളാണ് ചെയ്യുന്നതെന്നൊന്നും ഞാൻ ഒരിക്കലും ഒന്നും പറയുന്നില്ല. ഞാൻ ചെയ്തെന്നും പറയുന്നില്ല, ചെയ്യുന്നില്ല എന്നും പറയുന്നില്ല. അതാണല്ലോ നമ്മുടെ സ്റ്റാൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ പക്ഷെ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ. FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ അവരുടെ നമ്മൾ കൊടുത്ത റിപ്പോർട്ട്സ് അനുസരിച്ച് പാകിസ്ഥാന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ധാരാളം സാങ്ഷൻസ് പോലെ വന്നിരുന്നു. 5 വർഷം അവർ ആ ഗ്രേ ലിസ്റ്റിലായിരുന്നു. അത് കാരണം ധാരാളം പ്രോബ്ലംസ്, അതായത് സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ഈ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള നോക്കൂ, ബലൂചിസ്ഥാൻ കത്തുകയാണ്, ട്രെയിനിനെയാണ് അവിടെ ഹൈജാക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാൻ താലിബാനും പാകിസ്ഥാൻ താലിബാനും തമ്മിൽ അടി നടക്കുകയാണ്. പാകിസ്ഥാൻ താലിബാന്റെ വന്നിട്ട് ഉള്ളിൽ വലിയ പ്രശ്നം നടക്കുന്നു. അഫ്ഗാൻ താലിബാനും പാകിസ്ഥാൻ ബോർഡർ റേഞ്ചേഴ്സ് തമ്മിൽ അടി നടക്കുകയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യാണ്. ഇന്നത്തെ അവസ്ഥയിൽ അഫ്ഗാനിസ്ഥാൻ പറയുകയാണ് പാകിസ്ഥാനാണ് ഞങ്ങളുടെ ഉള്ളിൽ വന്ന് തീവ്രവാദം നടത്തുന്നത്. ആലോചിച്ച് നോക്കൂ, അഫ്ഗാനിസ്ഥാൻ താലിബാനാണ് പറയുന്നത് പാകിസ്ഥാൻ ഞങ്ങളുടെ ഉള്ളിൽ വന്ന് ഭീകരവാദം നടത്തുന്നു എന്നുള്ള ഒരു ദിവസം പോലും നമ്മൾ കാണേണ്ടി വന്നു. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ നിൽക്കുകയാണ്. അപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ പല സ്ട്രാറ്റജീസും കാണും. പല സ്ട്രാറ്റജീസും ഭാരതം ചെയ്യുന്നു, ഓൾറെഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും മുന്നോട്ടും അതുപോലെ തന്നെ ആയിരിക്കും. അതിനകത്ത് സൈന്യ നടപടി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നടപടി, ആ ഒരു നടപടി മാത്രമായിരിക്കത്തില്ല. അത് കാണും, അതിന്റെ രീതിയിൽ ചെയ്യണം, അത് ചെയ്തേ തീരൂ. പക്ഷെ അതല്ലാതെ നമ്മൾ കാണാത്ത, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, നമ്മൾ ഒരിക്കലും അറിയാൻ പോകാത്ത പല കാര്യങ്ങളും പാകിസ്ഥാനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടരും തന്നെയാണ് എൻ്റെ വിശ്വാസം. യെസ്, പ്രൊഫസർ റോണി കെ ബേബി, പാകിസ്ഥാന്റെ ഓരോ നീക്കവും പെഹൽഗാം ഭീകരാക്രമണം അവർ തന്നെ ചെയ്യിച്ചത് എന്ന് വ്യക്തമാക്കുന്നതല്ലേ? അവരുടെ കുറ്റസമ്മതമല്ലേ അന്വേഷണമാകാം എന്ന നിലപാടിലേക്ക് അവരെ എത്തിച്ചത്? തീർച്ചയായിട്ടും. കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടന്നിരിക്കുന്ന എല്ലാ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും പിന്നില് പാകിസ്ഥാനാണ് എന്നത് വളരെ നമുക്ക് ചരിത്രപരമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കാശ്മീരിൽ മാത്രമല്ല, അതിനുമ്പ് പഞ്ചാബിലാണെങ്കിലും ഇന്ത്യയുടെ എല്ലാ അതിർത്തികളിലും ഒരു സ്വാഭാവികമായിട്ടും ഇതിന്റെ വേരുകൾ, ഒരു സംശയം വേണ്ട, ഇത് എന്ന് പറയുന്നത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് തന്നെ. കാരണം ഇവിടെ കേണൽ ഡിന്നി വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളിൽ അവർ വല്ലാതെ ഐസൊലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു, വല്ലാതെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിനകത്ത് തന്നെ ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്നെ അവിടെ പിന്നെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. ബലൂചിസ്ഥാൻ വലിയൊരു ബോംബായി നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി, കാരണം എല്ലാ കാലത്തും അത് വിഭജനത്തിന് ശേഷം പാകിസ്ഥാന്റെ ദേശീയത എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ ഇന്ത്യ വിരുദ്ധതയാണ്. അപ്പോൾ അത് എല്ലാ കാലത്തും അവിടുത്തെ ഭരണാധികാരികൾ അവർക്ക് അവിടെ അധികാരം നഷ്ടപ്പെട്ടു പോകുന്നു, അല്ല ജനപിന്തുണ കുറഞ്ഞു പോകുന്നു എന്ന് തോന്നുമ്പോൾ അവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കുക. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക, ഇതുപോലുള്ള ഓപ്പറേഷൻസ് നടത്തുക, ഇതുപോലെയുള്ള നിരപരാധികളെ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കാൽക്കുലേറ്റഡ് മൂവാണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, അവിടെ ഒരു ജനാധിപത്യ ഭരണകൂടമല്ല, ഒരു സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ അല്ല. അവിടെ ഒരു സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ പോലും അത് അവിടെ പട്ടാള ഭരണത്തിന്റെ വളരെ കൃത്യമായി തന്നെ അവർ വരയ്ക്കുന്ന വരക്കപ്പുറം പോകാതെ അവിടെ ആരാണ് ശരിക്കും പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നത്? അത് ഇപ്പോഴത്തെ ഒരു കാലം മാത്രമല്ല, നമുക്കറിയാം ഇന്ത്യ കഴിഞ്ഞ 75 വർഷം ജനാധിപത്യത്തിന്റെ വഴിയിലൂടെ നിന്നെങ്കിലും പിന്നെ സ്വാതന്ത്ര്യം കിട്ടി 4 വർഷത്തിനകം തന്നെ, 4-5 വർഷത്തിനകം തന്നെ ലിയാഖത്ത് അലി ഖാൻ എന്ന് പറയുന്ന ആദ്യത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ തന്നെ അവിടെ അട്ടിമറിച്ചുകൊണ്ട് പിന്നെ പട്ടാളം അധികാരം പിടിച്ചു നമ്മൾ കണ്ട പിന്നെ യാക്യാ ഖാൻ, അയൂബ് ഖാൻ, ജനറൽ പർവേസ് മുഷറഫ്, സിയാ ഉൾ ഹക്ക് തുടങ്ങിയ വളരെ കൃത്യമായി തന്നെ, കാരണം അവിടെ വളരെ കൃത്യമായി തന്നെ പട്ടാളം, ആ പട്ടാളത്തിന് അവിടുത്തെ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ല, അവിടുത്തെ ഡെമോക്രസിയുടെ കമ്മിറ്റ്മെന്റ് ഇല്ല, അവിടുത്തെ സിവിലിയൻ അഡ്മിനിസ്ട്രേഷനോട് കമ്മിറ്റ്മെന്റ് ഇല്ല, അവർക്ക് അവരുടെ താല്പര്യങ്ങൾ മാത്രം. അപ്പോൾ അവിടെ അവരുടെ മുഖത്തിട്ട് വലിയ അടിയായിരുന്നു. അവിടെ ഈ ബലൂചിസ്ഥാനില് അവിടെ യാത്രാ വാഹനം തട്ടിക്കൊണ്ടുപോയി. അതും അവിടെ തെരഞ്ഞുപിടിച്ച് തന്നെ പാകിസ്ഥാൻ പട്ടാളത്തിലെ മുതിർന്ന
അല്ലെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പട്ടാളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് തെരഞ്ഞു പിടിച്ച് ബലൂചിസ്ഥാനിലെ വിമോചന പോരാളികള് അല്ലെ അവിടുത്തെ കലാപകാരികള് പിന്നെ കൊന്നത്. അപ്പോൾ അത് അവിടെ വലിയ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയായി പോയി പാകിസ്ഥാൻ പട്ടാളത്തിന്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആ ഒരു ആംഗിളില് ഇതുവരെ വലിയ രീതിയിൽ ഒരു ചർച്ച പോയിട്ടില്ല. കാരണം പിന്നെ ഒരു മാസത്തിൽ താഴെ മാത്രം സമയമാവുന്നുള്ളൂ പിന്നെ ബലൂചിസ്ഥാനിൽ നടന്ന ആ തീവണ്ടി ട്രെയിൻ ഹൈജാക്ക്. അപ്പോൾ അതിന്റെ ഒരു നെക്സ്റ്റ് ഒരു റിസൾട്ട് കൂടിയാണോ ഇപ്പോൾ കാശ്മീരിലുണ്ടായ ഈ തീവ്രവാദ ആക്രമണം എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിരിക്കുന്നു. പാകിസ്ഥാന് അവരുടെ ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടി, അവിടുത്തെ പട്ടാള ഭരണകൂടത്തിന് അവരുടെ ഒരു മുഖം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന നാണക്കേടിൽ നിന്നും അന്ന് തന്നെ അവര് പറഞ്ഞിരുന്നത് അതിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പറഞ്ഞത്. അവിടെ ട്രെയിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയ വിഷയത്തിന്റെ പിന്നില് ഇന്ത്യയാണ് എന്ന് അന്ന് തന്നെ അവര് ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നെ കുൽഭൂഷൺ യാദവ്, കാരണം കുൽഭൂഷൺ യാദവിനെ നമ്മൾ ഒരുപാട് ശ്രമകരമായ ദൗത്യത്തിന് ശേഷമാണ് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ചത്. അവരന്നും എടുത്ത സ്റ്റാൻഡ് കുൽഭൂഷൺ യാദവ് ഇതുപോലെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പം അതിന്റെ ഒരു ഓപ്പറേഷൻസിന്റെ ഒക്കെ ബാക്കിയായിട്ടാണ് പിന്നെ അവിടെ ഉണ്ടായ ബലൂചിസ്ഥാനിൽ ഉണ്ടായ ആ ഇൻസിഡന്റ് എന്താണെന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അവർ വളരെ കൃത്യമായി തന്നെ ഇന്ത്യയാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് തന്നെ പിന്നെ ഒരു തിരിച്ചടി പിന്നെ നമുക്കറിയാം ഇവിടെ ഗവൺമെന്റ് ഡിന്നി അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് പല കാര്യങ്ങള് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ചിലത് നമുക്ക് പുറത്ത് പറയാതിരിക്കാം, അല്ലെ പറയാനായിട്ടുള്ള പരിമിതികളുണ്ട്, ഇന്ത്യക്കാണെങ്കിലും പറയാനുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അതിന്റെ ഒരു തിരിച്ചടി കൂടിയാണ് ഇത് പാകിസ്ഥാന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടി. ഞാൻ പാകിസ്ഥാനെ ന്യായീകരിച്ചുകൊണ്ടല്ല പറയുന്നത്, അവരുടെ പാർട്ട് ഓഫ് ദെയർ ഇൻട്രസ്റ്റ്. പക്ഷെ നമ്മൾ അതിന് കനത്ത തിരിച്ചടി, അതിന് അവരുടെ ഒരു ഗെയിമിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. ഇന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കനത്ത തിരിച്ചടി പാകിസ്ഥാന് 71 ഒന്ന് തിരിച്ചടി കൊടുത്തത്. കാരണം നമ്മുടെ നിരന്തരമായി നമ്മുടെ അതിർത്തികൾ പിന്നെ അശാന്തമാക്കിക്കൊണ്ടിരുന്ന പാകിസ്ഥാന് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു തിരിച്ചടിയായിരുന്നു നമ്മൾ 71 കൊടുത്തത്. അതിൽ 99 നമ്മള് പിന്നെ കൊടുത്തത്. അതുപോലെ കാരണം ഇവർ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല. അതാണ് പാകിസ്ഥാൻ. 65 യുദ്ധമായിക്കോട്ടെ, 71 യുദ്ധമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ 99 ഉണ്ടായ ഇൻസിഡന്റ് ആയിക്കോട്ടെ, നമ്മൾ കൊടുക്കുന്നതൊന്നും ഒരു പിന്നെ പാഠങ്ങൾ പഠിക്കുന്നില്ല. അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് കോൺഗ്രസിന്റെ ഒരു വക്താവ് എന്ന നിലയിൽ എനിക്ക് അതിൻ്റെ അകത്ത് കൃത്യമായി പറയാനുള്ളത്, ഈ ഗവൺമെന്റ് എടുക്കുന്ന ഏത് നിലപാടിനൊപ്പവും ഏത് സ്റ്റാൻഡിനൊപ്പവും അതിന്റെ പൂർണ്ണ മനസ്സോടെ ഒറ്റക്കെട്ടായി പിന്നെ ഈ രാജ്യമുണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും എന്നതിന്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്ന പ്രതികരണങ്ങൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പിന്നെ ജാതിമത വ്യത്യാസമില്ലാതെ രാജ്യം ഒറ്റക്കെട്ടായി. കാരണം നമുക്കറിയാം പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൊക്കെ അത് 62 യുദ്ധമായാലും ഏത് പിന്നെ ഘട്ടത്തിലാണെങ്കിലും രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ അതിനെ നേരിട്ടിട്ടുണ്ട്. അത് തന്നെ ഈ അതിനൊപ്പം കോൺഗ്രസ് ഉണ്ടാവും. പെഹൽഗാം എന്ന ഇടത്ത് ദുർഘടപാതയിൽ കുതിരപ്പുറത്തേറി മാത്രം പോകാൻ പോകുന്ന അതേ ഇടത്ത് കാൽനടയായി പോയി ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത നന്ദഗോപൻ കശ്മീരിൽ നിന്ന് ഒപ്പം ചേരുന്നുണ്ട്. നന്ദഗോപൻ, നമുക്കിവിടെ നിന്ന് ഈ ചർച്ചയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വിവിധ വശങ്ങൾ പറഞ്ഞും പ്രതികരിച്ചും മുന്നോട്ട് പോകാം. പക്ഷേ കശ്മീരിലുള്ളതിപ്പോൾ നന്ദഗോപനാണ്. അവിടെ സൈനിക വിന്യാസം എങ്ങനെ, കാണുന്ന കാഴ്ചകൾ എങ്ങനെ? കൃഷ്ണജ്, ഈ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതീവ സുരക്ഷയിലാണ് ഈ മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ VVIPകൾ ഈ മേഖലയിലേക്ക് സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒപ്പം തന്നെ ഈ പല മേഖലകളിലും, അതായത് ഈ രാജ്യത്തിൻ്റെ തന്നെ പല മേഖലകളിൽ നിന്നും ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഈ ടൂറിസം രംഗത്ത് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് പെഹൽഗാമിൽ തന്നെയാണ്. ഇവിടെ നിന്നും 6 കിലോമീറ്റർ കാൽനടയായോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ പെഹൽഗാമിലെ ഈ ബൈസറൻ വാലിയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. ഈ പെഹൽഗാമിൽ സാധാരണ ദിവസങ്ങളിൽ ഏതാണ്ട് 10,000 ആൾക്കാർ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിലിപ്പോൾ ഇത് ഈ പെഹൽഗാം എന്നുള്ളൊരു കേന്ദ്രം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം തന്നെ സുരക്ഷ ഈ മേഖലയിൽ ഉടനീളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അപ്രതീക്ഷിതമായി തന്നെ തുരുതുര വെടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശക്തമായി തന്നെ
തന്നെ BSF തിരിച്ചടിക്കുന്നുണ്ടായിരുന്നു. ഇതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടേക്ക് കൂടുതൽ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ ഒരു മീഡിയ അഡ്വൈസറി ഇറക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ഏതെങ്കിലും മൂവ്മെൻ്റ് ഭാഗമായിക്കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം കേന്ദ്ര സർക്കാർ അത്തരത്തിൽ മാധ്യമങ്ങൾക്കൊരു മാർഗനിർദ്ദേശം നൽകിയത്. അതായത് സൈന്യത്തിൻ്റെ നീക്കങ്ങൾ അത് ഒരു കാരണവശാലും ലൈവായി നൽകരുത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ സൈന്യത്തിൻ്റെ വാഹന വ്യൂഹങ്ങൾ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും തന്നെ ലൈവായി നൽകരുത് എന്നുള്ള പ്രത്യേക നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ സുരക്ഷ കർശനമാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇതിനപ്പുറത്തേക്ക് നമുക്കറിയാം ബാരാക്കോട്ടിൽ കയറി അടിച്ച 9 പാരാ SF നമ്മുടെ ഭാരതത്തിൻ്റെ സൈനിക വിഭാഗത്തിൽ തന്നെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന കമാൻഡോ ഫോഴ്സാണ് 9 പാരാ SF. 9 പാരാ SF-ൻ്റെയും അതേപോലെ തന്നെ 4 പാരാ SF-ൻ്റെയും ഒരു സാന്നിധ്യം ഈ മേഖലയിലേക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നേവിയുടെ കമാൻഡോ ഫോഴ്സ് ആയിട്ടുള്ള മാക്രോസിൻ്റെയും ഒരു സാന്നിധ്യം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം തന്നെ RR രാഷ്ട്രീയ റൈഫിൾസ് ഇവിടെ കൂടുതലായി വിന്യസിച്ചു എന്നുള്ളതാണ്. അതായത് ഈ മേഖല മൊത്തം തന്നെ കമാൻഡോ ഫോഴ്സിനെ കൊണ്ടും ഒപ്പം തന്നെ സൈന്യത്തിൻ്റെ മറ്റ് വിഭാഗങ്ങളെ കൊണ്ടും ഒപ്പം CRPF-ൻ്റെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും ഒക്കെ തന്നെ ഭടന്മാരെ കൊണ്ട് വളരെ സുശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാവലാണ് ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഭാരതത്തിൻ്റെ സൈനിക മേധാവി ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം ഈ ശ്രീനഗർ സന്ദർശിക്കുകയുണ്ടായി. അതിനപ്പുറത്തേക്ക് നോർത്തേൺ കമാൻഡ് ഉദ്ധംപൂരിലുള്ള നോർത്തേൺ കമാൻഡിൻ്റെ ആസ്ഥാനം അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം പ്രധാനമായും അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. അതിനുശേഷം ഈ ജമ്മു കാശ്മീരിലെ മുഴുവൻ വിനോദസഞ്ചാരികളിലും ഒരു സുരക്ഷാ ഓഡിറ്റ് നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ടായി. അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളിലും, അതായത് ജമ്മു കാശ്മീരിലെ മുഴുവൻ ഈ വിനോദസഞ്ചാര മേഖല, പെഹൽഗാം അതേപോലെ തന്നെ ഡാൽ ലേക്ക് അടക്കമുള്ള മുഴുവൻ മേഖലകളിലെയും ഒരു സുരക്ഷാ ഓഡിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അത്തരമൊരു ഡ്രിൽ ഇപ്പോൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പെഹൽഗാമിൽ നേരത്തെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ സുരക്ഷാ സേനയോടും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോടും ഒന്നും ആലോചിക്കാതെയാണ് പ്രാദേശിക ഭരണകൂടം ഈ പെഹൽഗാമിലെ ബൈസരൻ വാലി തുറന്നു കൊടുത്തത്. ഈ നമുക്കറിയാം ബൈസരൻ വാലിക്ക് ചുറ്റും വലിയ പൈൻ കാടുകളാണ്. അവിടേക്ക് ഈ തീവ്രവാദികൾക്ക് എത്തിപ്പെടാൻ സാധിച്ചതും ഈ പ്രദേശവാസികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശവാസികളുടെ സഹായത്തോടു കൂടിയാണ് അവിടേക്ക് ഈ ആൾക്കാർക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താതെ ഇനി തുടർന്നുള്ള നീക്കങ്ങൾ അത് സുരക്ഷിതമല്ല എന്നുള്ളത് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലകളിലൊക്കെ തന്നെ സുരക്ഷാ ഓഡിറ്റ് നടത്തിക്കൊണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ സൈനിക വിന്യാസം അടക്കം നടത്തുവാൻ വേണ്ടിയുള്ള തീരുമാനമായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായി തന്നെ 9 പാരാ SF-നെയും 4 പാരാ SF-നെയും അതേപോലെ തന്നെ മാക്രോ കമാൻഡോയൊക്കെ തന്നെ ഇവിടേക്ക് ഇപ്പോൾ ഈ മേഖലയിലേക്ക് കൂടുതലായി വിന്യസിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഭാരതം ഏതെങ്കിലും തരത്തിൽ ഇത്തരം യുദ്ധസമാനമായ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടിട്ടോ അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കണം ഈ സൈനിക വിന്യാസം കൂടുതൽ ശക്തമാക്കിയത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ മേഖലയിൽ കർശനമായ സുരക്ഷയാണ്. അതായത് ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഈ വാഹനങ്ങളിലുള്ളവർ ആരാണ്, അവരുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ആ വാഹനത്തിലുള്ള ഈ യാത്രക്കാരുടെ ബാഗുകൾ അത് കൃത്യമായി തന്നെ തുറന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ കർശനമായ ഒരു സുരക്ഷാ സംവിധാനത്തിലൂടെയാണ് ഈ മണിക്കൂറുകൾ ഇപ്പോൾ ജമ്മു കാശ്മീർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 22-ാം തീയതി 26 ജീവൻ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് പാകിസ്ഥാൻ്റെ പേടിയാണ്. അത് ഇന്ത്യ കടന്നാക്രമിക്കും, തിരിച്ചടിക്കും, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും അവിടെ എത്തി സങ്കല്പിക്കാനാവാത്ത തിരിച്ചടി നൽകും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് ഒരുതരം പേടിയാണ്. മറുവശത്ത് നടപടി നേരിടുമെന്ന പേടി അവിടെ നിൽക്കട്ടെ, നിലപാടിനോടുള്ള പേടി. കൃത്യമായി ബീഹാറിൽ പോയി നരേന്ദ്രമോദി ഉറക്കെ പറഞ്ഞത് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് ഇതാണ് എന്ന ഉറച്ച തീരുമാനം. അപ്പോൾ നടപടിയിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ നിലപാടിലും പാകിസ്ഥാന് പേടിയുണ്ട് അല്ലേ? അഡ്വക്കേറ്റ് രാംകുമാർ അങ്ങയോടാണ്.
ക്ഷമിക്കണം, ഞാൻ എന്നോടാണെന്ന് മനസ്സിലാക്കില്ല, ക്ഷമിക്കണം. എൻ്റെ വിനീത അഭിപ്രായത്തിൽ പാകിസ്ഥാൻ പേടിച്ച് പിന്മാറും എന്ന ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് അത്ര ശരിയായിരിക്കില്ല. കാരണം പാകിസ്ഥാൻ 2 യുദ്ധത്തിൽ നമ്മളുമായിട്ട് ഏറ്റുമുട്ടിയതാണ്. നമ്മുടെ ഭടന്മാർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ആണവായുധം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ സൈനിക നീക്കങ്ങളെക്കാൾ ബുദ്ധിപൂർവമുള്ള മറ്റ് നീക്കങ്ങളെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ വിജയപ്രദമാകുക. ഇതിനിടയ്ക്ക് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, പാകിസ്ഥാൻ എന്ത് ചെയ്യും എന്ന് നമുക്ക് പ്രവചിക്കാം. ഏത് രീതിയിലാണ് അവർ ഇവിടെ അകത്തുള്ള അഞ്ചാമ്പത്തികൾ എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാരണം ജോസഫ് മാഷ കൈ വെട്ടിയ പോലെ ഇതൊരു സന്ദേശമാണ്. ഇന്ത്യക്കാർക്കും ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിനും ഉള്ള ഒരു സന്ദേശമാണ് ഈ 4 ജിഹാദികൾ, ഭീകരവാദികൾ, മതഭീകരവാദികൾ രാജ്യത്തിന് നൽകിയത്. അതിൻ്റെ പ്രാധാന്യം നമ്മൾ വില കുറച്ച് കാണിക്കരുത്. പ്രത്യേകിച്ചും ഇവിടെ ഉള്ള ജയചന്ദ്രന്മാർ മുഹമ്മദ് ഗോറിയേക്കാൾ അപകടകാരികളാണ്. അവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അത് മുൻകാലത്തെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ പുറത്തുള്ള ശത്രുവിനേക്കാൾ അകത്തുള്ള ശത്രുവിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. പ്രത്യേകിച്ചും സംഘടിതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചിലരുടെ നിലപാടുകൾ കാണുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് അത്ഭുതം തോന്നും. രാജ്യസ്നേഹികൾ ഞെട്ടിവരച്ചിരിക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ. ഇതിൻ്റെ ഗൗരവം കുറച്ച് കാണരുത്, അതിൽ ആകോബുദ്ധിയോടുകൂടി വീക്ഷിക്കരുത്. പിന്നെ പാകിസ്ഥാൻ്റെ ബലഹീനത മുതലെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്താം എന്ന് വിചാരിക്കുന്നത് എൻ്റെ വിനീത അഭിപ്രായത്തിൽ മൗഢ്യമാണ്. കാരണം ഇത് പാകിസ്ഥാൻ സർക്കാർ അറിയാതെ ഉണ്ടായ സംഭവമല്ല. അത് പാകിസ്ഥാനിലെ മന്ത്രിമാരുടെ പ്രതികരണം നിന്ന് വ്യക്തമാകുന്നുണ്ട്, അവിടുത്തെ പട്ടാളക്കാരുടെ പ്രതികരണം നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഞങ്ങൾ കാലാകാലങ്ങളായി സാമ്രാജ്യ ശക്തികൾക്ക് വേണ്ടി ഭീകരപ്രവർത്തനം മനമില്ലാ മനസ്സോടെ നടത്തുകയാണ്. മാധ്യമ വാർത്തകൾ മുഴുവൻ വിശ്വസിക്കാൻ വയ്യ. അനിൽ നമ്പ്യാർ എന്നോട് ക്ഷമിക്കണം. അത് വാർത്തകൾ ശരിയാണെങ്കിൽ പാകിസ്ഥാനിലെ ഒരു വലിയ ജനവിഭാഗം മടുപ്പോടുകൂടിയാണ് ഭീകര പ്രസ്ഥാനങ്ങളെ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ മതഭീകരതയാണ് എന്ന് പറയാൻ പോലും മടിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാണ് ജോസഫ് മാഷ ഭാര്യയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചത്. ജോസഫ് മാഷക്ക് കിട്ടിയ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവല്ല, അതിനുള്ള തയ്യാറെടുപ്പ് പോലും അവരാരും കാണിച്ചില്ല. ഈ സമീപനം നമ്മുടെ രാജ്യത്ത് അപകടമാണ്. കാരണം ഇന്ന് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. രാഷ്ട്രീയ മത ജാതി ചിന്തകളെല്ലാം വിട്ട് രാജ്യത്തിൻ്റെ അതിരുകൾ സൂക്ഷിക്കുകയും നമ്മുടെ മണ്ണായ കാശ്മീരിനെ സംരക്ഷിക്കും. ഈ സമയം വളരെ സൂചനാർഹമാണ്. കാശ്മീരിൽ കഴിഞ്ഞ കുറച്ചു കാലമായി വിനോദസഞ്ചാര മേഖല തകർന്നടിക്കിയിരിക്കുകയായിരുന്നു. ഇന്ന് അത് ഉത്തേജനത്തിൻ്റെ വക്കത്താണ്. വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് വിനോദസഞ്ചാര മേഖല തുടങ്ങിയ അവസരത്തിലാണ് ഇത് ഉണ്ടായത്. അതുണ്ടായതും പഹൽഗാം പോലെ വളരെ പ്രശസ്തമായ ഇതിൻ്റെ ഗൗരവം നമ്മൾ കുറച്ച് കാണിക്കരുത്. ഇത് എന്തുകൊണ്ടാണെന്നും എന്ത് സന്ദേശമാണ് നമുക്ക് നൽകാൻ ഇത് നടത്തിയ ആളുകൾ ഉദ്ദേശിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുന്നത് നമുക്ക് അന്തിമമായി നമ്മുടെ പരാജയത്തിലെത്തും. ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും ഒരു സൈനിക നീക്കം ഉണ്ടാവരുത്. കാരണം നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നമ്മുടെ ധീരജവാന്മാരുടെ വിലപ്പെട്ട ജീവനാണ്. ഒരുപാട് കുടുംബങ്ങൾ അനാഥവും. ഈ രാജ്യത്തെ ഏറ്റവും അധികം സ്നേഹിക്കുകയും അച്ചടക്കത്തോടുകൂടി പെരുമാറുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗമാണ് പട്ടാളക്കാരും വിരമിച്ച പട്ടാള ഉദ്യോഗസ്ഥന്മാരും. അവരാണ് രാജ്യത്തിന് എന്ത് അപകടമുണ്ടെങ്കിലും
മുന്നോട്ട് വന്ന് മറ്റ് ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കുന്നത്. ആ ഒരു കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ആ വിഭാഗം ആളുകൾക്ക് അപകടമോ ദുഃഖമോ മനസ്താപമോ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാൻ. നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ സൈനിക നീക്കം നടത്തിയേ മതിയാവും. കാരണം നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ്. പ്രത്യേകിച്ചും ഇവിടെ ജനിച്ചു വളർന്ന ഈ രാജ്യം നമ്മുടേതാണ് എന്ന് വിചാരിക്കുന്ന ഒരു ജനങ്ങളെ, ഒരു വിഭാഗത്തെ അരക്ഷിത ബോധത്തോടുകൂടി ജീവിക്കാനുള്ള പരിശ്രമമായിട്ടാണ് ഞാൻ ഈ പ്രവൃത്തികൾ കാണുന്നത്. അതിൻ്റെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് ശക്തമായ രീതിയിൽ പ്രധാനമന്ത്രി ഉപയോഗിച്ച ഭാഷ പ്രവൃത്തിയിലും കാണും എന്ന പ്രതീക്ഷയിലാണ് ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എടുത്ത് ചാടുന്ന രീതിയിലുള്ള ഒരു നീക്കം വളരെ പക്വതയോടുകൂടി രാജ്യം കൊണ്ട് നടക്കുന്ന ഈ സർക്കാരിൽ നിന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാനുഷികമായ ഒരു പ്രതികരണമാണ്, പക്ഷേ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് കേന്ദ്രം ആവർത്തിക്കുന്നത്. അത് ക്ഷമയോടെ ആസൂത്രിതമായി വേണ്ടിവരും എന്ന് മാത്രം. ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞു വെച്ചത് ആഭ്യന്തരമായ ഭീകരതയുടെ തലപൊക്കലുകളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. അതുകൂടി പരിഗണിച്ചു വേണം പാകിസ്ഥാന് നേരെ വിരൽ ചൂണ്ടാൻ എന്നാണ്. ഇവിടെ ആഭ്യന്തരമായ ശത്രുക്കൾ എന്ന ഒരു പദപ്രയോഗം അവിടെ കണ്ടു. ആഭ്യന്തരമായ ശത്രുക്കളുണ്ട്. വൈദേശികമായ ശത്രുവിനെ, അതിർത്തി കടന്നു വരുന്ന ഭീകരനെ, അതിർത്തി കടന്നു വരുന്ന പട്ടാളക്കാരനെ നേരിടാൻ നമുക്ക് ഘടനാപരമായ മാർഗമുണ്ട്. പക്ഷേ ഭാരതത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ജനതയുടെ ഇടയിൽ മറഞ്ഞിരുന്ന് ശത്രുവിന് സഹായങ്ങൾ ഒപ്പിക്കുന്ന ആ ഒരു വിഭാഗത്തെ കരുതലോടെ കാണേണ്ടിയിരിക്കുന്നു എന്ന ഒരു വികാരമാണ് അഡ്വക്കേറ്റ് രാംകുമാർ സാർ പങ്കുവച്ചത്. ഇപ്പം ഇവിടെ നോക്കൂ, അതിർത്തി കടന്ന് ഒരു ഭീകരൻ വന്നാലും ആ ഭീകരനെ നാട്ടിൽ താവളമൊരുക്കാൻ ഇവിടെ സഹായികളുണ്ട്. എല്ലാ കാലത്തും അതുണ്ടായിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. ഇവിടെ അറസ്റ്റിലായില്ല. ഇവിടെ രേഖാചിത്രങ്ങൾ പുറത്തുവിടപ്പെട്ട 7 ഭീകരന്മാരിൽ 2 പേരെങ്കിലും തദ്ദേശവാസികൾ തന്നെയാണ്. ഈ 2 പേരുടെയും വീടുകൾ, ഭവനങ്ങൾ ഇപ്പോൾ അഗ്നിക്കിരയായി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഒരു വലിയ രാജ്യദ്രോഹപരമായൊരു കാര്യമാണ്. സ്ലീപ്പർ സെല്ലുകൾ വളരെ ആക്റ്റീവാണെന്ന് ഓർക്കണം. ഇപ്പോൾ സ്ലീപ്പർ സെല്ലുകളെ ഒന്ന് തഴുകി ഉണർത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകണമല്ലോ. ഇതുതന്നെയാണ് പാകിസ്ഥാൻ ആർമി പ്രതീക്ഷിക്കുന്നത്. 2 വ്യക്തമായ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു ആർമിയുടെ. പാകിസ്ഥാൻ ആർമി ഈ ഒരു നീക്കം നടത്താൻ സാധ്യതയുണ്ട് എന്ന് മുൻകാല ഏതാണ്ട് കഴിഞ്ഞ 2-3 മാസം കൊണ്ടുള്ള പല നേതാക്കളുടെ പ്രസ്താവനയും ഈ ആക്രമണത്തിന് ശേഷം സംഭവിച്ച 2 പ്രധാന പ്രസ്താവനകളും വിരൽ ചൂണ്ടുന്നത് ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഒരു തിരക്കഥ ആടിത്തീർത്തതാണ് ഇവിടെ. അങ്ങനെയെങ്കിൽ ഹമാസ് ഭീകരർ വന്നുവെന്ന് ഇസ്രായേൽ പോലും പറയുന്നുണ്ട്. ഹമാസ് ഭീകരർ ഈ ഭീകരാക്രമണത്തിന് മുൻപ് അവിടെ എത്തി ലഷ്കർ ഭീകരരുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നത് ഇസ്രായേൽ അംബാസഡറാണ്. ഇസ്രായേൽ അംബാസഡർ പറയുന്നു ഇസ്രായേലിൻ്റെ മൊസാദുമായി ബന്ധപ്പെട്ട ഏജൻസ് തീവ്രവാദ ആക്രമണം ഉണ്ടായ പിറ്റേന്ന് തന്നെ ഡൽഹിയിൽ പറന്നെത്തി കൂലങ്കഷമായ ചർച്ചകൾ നടത്തി. ഇതിനൊരു രീതിശാസ്ത്രമുണ്ട്. ഹമാസിൻ്റെ ആക്രമണ രീതിയോടെ സാമ്യമുള്ള രീതിയിലാണ് ആ ആക്രമണം ഇവിടെ നടന്നിരിക്കുന്നത്. പഹൽഗാമിൽ ആക്രമണം നടന്നിരിക്കുന്നത്. ഒക്ടോബർ 7, 2023 ഇസ്രായേലിന് നേരെ നടന്ന 1250ഓളം പേരെ വധിച്ച ഹമാസിൻ്റെ അകിരാതമായ ആക്രമണത്തിന് സമാനമായ രീതിയിൽ ഇവിടെ നിസ്സഹായരായ ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. അതുമാത്രമല്ല, ശരീരത്തിൽ വെബ് ക്യാമുകൾ ഘടിപ്പിച്ചുകൊണ്ട്, ബോഡി ക്യാം ഘടിപ്പിച്ചുകൊണ്ട്, അതൊരു ഹമാസിൻ്റെ രീതിയാണ്. അതെന്തിനാണ്? ആ ചിത്രങ്ങൾ മിഴിവോടുകൂടി അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ട്രെയിനിങ് ക്യാമ്പിൽ നിരന്തരം വലിയ മ്യൂസിക്കിൻ്റെയൊക്കെ അകമ്പടിയോടെ കാട്ടുന്നത് ഈ രംഗങ്ങളാണ്. അങ്ങനെ ഒരു വലിയ വിഭാഗത്തെ, ചെറുപ്പക്കാരായ വിഭാഗത്തെ ഇതിലേക്ക് ആകർഷിക്കുകയാണ്. അവരെ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് അതിർത്തി കടത്തി അവിടെ കൊണ്ടുപോയി ട്രെയിനിങ്ങിന് ശേഷം തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്നും നമ്മളിപ്പോൾ ചർച്ച പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീകരന്മാരെ കുറിച്ച് മാത്രമല്ല,
കാശ്മീരിൻ്റെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. കാശ്മീർ സമാധാനത്തിലേക്ക് വന്നു. കഴിഞ്ഞ 4-5 വർഷമായി അവിടെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കാണുന്നു. ഭൗതികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നു, ടൂറിസം വർദ്ധിക്കുന്നു, വലിയ തോതിലുള്ള ആളുകളുടെ ഒഴുക്ക് കാശ്മീരിലേക്ക് വരുന്നു. ഇതെല്ലാം വസ്തുതകളായി അവശേഷിക്കുമ്പോഴും സ്ലീപ്പർ സെല്ലുകളുണ്ട്. അതിനെ ഒന്ന് ഉണർത്തിയെടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു കാര്യം ആവശ്യമാണ്. അവിടെയാണ് ദ 1000 കട്ട് ഡോക്ട്രിൻ എന്ന പോളിസി അവിടെ റെലവൻ്റ് ആകുന്നത്. പാകിസ്ഥാൻ്റെ ഒരു മിലിറ്ററി ഡോക്ട്രിനാണ് 1000 കട്ട് പോളിസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഒറ്റയടിക്ക് നമുക്ക് തീർക്കാനാവില്ല. അതുകൊണ്ട് ഇന്ത്യയെ ഇഞ്ചിഞ്ചായി 1000 വെട്ടുകൾ വെട്ടി ചെറുതും വലുതുമായ 1000 ഇടങ്ങളിൽ വ്യത്യസ്തമായ ഭീകരാക്രമണം നടത്തി ആകെ ഉണ്ടാകുന്ന കൺഫ്യൂഷനിൽ ഉരുത്തിരിയുന്ന ആഭ്യന്തരമായ കലഹം. ഹൈന്ദവരും മുസൽമാനും തമ്മിൽ ഭാരതത്തിൽ കലഹമുണ്ടാകണം. ഇവിടെ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ ഭാരതത്തിൽ കലഹമുണ്ടാകണം. അത് മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാന് ഇന്ത്യയിൽ ഇടപെടുകയും ഇന്ത്യയുടെ കാശ്മീരിനെ ഉൾപ്പെടെ മോചിപ്പിക്കുകയും ചെയ്യുക എന്ന പ്രിൻസിപ്പിളിൻ്റെ പേരാണ്, ഡോക്ടറിൻ്റെ പേരാണ് 1000 കട്ട് ഡോക്ട്രിൻ. ആ ഡോക്ട്രിൻ ഇതൊരു ഒരു മിലിറ്ററി പാരഡമായി എല്ലാ സൈനിക മേധാവികളും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സൈനിക മേധാവി മിസ്റ്റർ അസിം മുനീർ, അദ്ദേഹം ഒരു പടി കൂടി കടന്നിരിക്കുന്നു. അദ്ദേഹം ഭീകരരുടെ ക്യാമ്പുകൾ സന്ദർശിക്കുന്ന ആദ്യത്തെ പട്ടാള മേധാവി. മുൻകാലത്തൊരു മറയൊക്കെ ഉണ്ടായിരുന്നു, ഭീകര ക്യാമ്പുകളൊന്നും നേരിട്ട് സന്ദർശിക്കാറില്ല. ഇപ്പോൾ ISIയും ആർമി ചീഫും ഭീകരന്മാരും ISI ഹർക്കത്തുൽ മുജാഹിദീനും ഹിസ്ബുൾ മുജാഹിദീനും ജയ്ഷ് ഇ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബ മുംബൈ ആക്രമണവും പഹൽഗാം ആക്രമണവും ഒക്കെ നടത്തിയ ലഷ്കർ ഭീകരന്മാരും ഒരുമിച്ച് വരുന്ന വേദികളിൽ മിലിറ്ററി ജനറൽ അസിം മുനീർ പ്രത്യക്ഷപ്പെടുന്നത് ഇന്ത്യയുടെ റെക്കോർഡിക്കൽ എവിഡൻസ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല, കാശ്മീർ ഞങ്ങളുടെ ജുഗ്ലാർ വെയിനാണ്, കഴുത്തിലെ ഞരമ്പാണ്, ഞങ്ങളുടെ ജീവനാഡിയാണ്, അത് ഞങ്ങൾ എടുത്തിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ എടുത്തിരിക്കും എന്ന ഉറപ്പാണ് പറയുന്നത്. അതുമാത്രമല്ല, ഡെപ്യൂട്ടി കമാൻഡർ ഓഫ് ലഷ്കർ ഇ തോയ്ബ, ഇപ്പോഴത്തെ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ടിൻ്റെ ഇപ്പോഴത്തെ ചുമതലക്കാരൻ, ഈ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്നയാൾ, അയാൾ പറയുകയാണ് ഫെബ്രുവരി 2026 എന്നൊരു സമയമുണ്ടെങ്കിൽ ഞങ്ങൾ കാശ്മീർ പാകിസ്ഥാനോടൊപ്പം ചേർത്തിരിക്കും. ഈ ഉറപ്പുകളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വീഡിയോ ചിത്രങ്ങൾ, ട്രെയിനിങ് ക്യാമ്പുകൾ, ഇൻഡോക്ട്രിനേഷൻ ഡ്രൈവ്, വലിയ ബൊംബാസ്റ്റിക് പ്രസംഗങ്ങൾ. അതോടൊപ്പം തന്നെ പറയുകയാണ് ഞങ്ങളിതാ ഉറപ്പ് നൽകുന്നു. ആ ഉറപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ 2 പേര്, പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. അത് പറയുകയാണ് ഞങ്ങൾ വർഷങ്ങളായി, ഞങ്ങൾ 3 പതിറ്റാണ്ടായി തീവ്രവാദികളെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അമേരിക്ക പറഞ്ഞതൊക്കെ ഞങ്ങൾ അനുസരിച്ചു. അതിനെതിരെ സോവിയറ്റ് യൂണിയനെതിരെ പോരാടാനായി ഞങ്ങൾ ഭീകരന്മാരെ പരിശീലിപ്പിച്ചു. ബ്രിട്ടൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ രഹസ്യമായി തീവ്രവാദികളെ പരിശീലിപ്പിച്ചു. ഇപ്പം ഞങ്ങൾ വഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു അറിയാതെ പറഞ്ഞു പോയതാണെങ്കിലും ആ പറഞ്ഞതിനകത്തൊരു സത്യമുണ്ട്. ഈ തീവ്രവാദികളാണ് ഇന്ത്യക്ക് നേരെ ഇപ്പോൾ നീങ്ങുന്ന തീവ്രവാദികൾ. പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി, അത് മാത്രമല്ല വിദേശകാര്യത്തിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മന്ത്രിയും ഇതേപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. കാശ്മീരിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും പറഞ്ഞു വെച്ചു. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ്റെ സൈന്യം വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടെ നീങ്ങുന്നു. കാരണം അവരെ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കണ്ട് നിസ്സഹായരായി നിൽക്കാതെ പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടാകട്ടെ, അങ്ങനെയെങ്കിലും പാകിസ്ഥാൻ്റെ ആർമിക്ക് ബലൂചിസ്ഥാനിൽ പറ്റിയ പരാജയം, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസിൽ ഖൈബർ പഖ്തൂൺഖയിൽ പറ്റുന്ന പരാജയം, ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന അസംതൃപ്തി, ഇതെല്ലാം തന്നെ ആർമിക്ക് നേരെ തിരിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായി രാജ്യത്താകമാനം ഒരുമിച്ച് രാജ്യത്തെ ഒരുമിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ആർമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആർമിക്കെതിരെ പ്രക്ഷോഭം ഉണ്ട്. ഇപ്പോൾ ഇമ്രാൻഖാന് അനുകൂലമായിട്ട് വലിയൊരു ജനവികാരം ഇവിടെ ഉണ്ട്. അപ്പോൾ ആർമി ഒഫീഷ്യൽസിൻ്റെ വീടുകൾ വരെ ആക്രമിച്ച റിപ്പോർട്ടുകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് വെളിയിൽ വന്നു. അതുകൊണ്ട് പാകിസ്ഥാനിലെ ജനം പുറത്തുവിട്ട് നിൽക്കുകയാണ്. 24 പ്രാവശ്യമാണ് ശ്രീ കൃഷ്ണരാജ് പാകിസ്ഥാൻ ബെയിൽ ഔട്ട് പാക്കേജിൽ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ബെയിൽ ഔട്ട് പാക്കേജ് ഉപയോഗപ്പെടുത്തുന്നത്. നോക്കൂ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആകപ്പാടെ 75 വർഷത്തിൽ കൂടുതലേ ആയിട്ടുള്ളൂ. ഇത്രയും വർഷത്തിനുള്ളിൽ 24 പ്രാവശ്യം പാക് ഇക്കോണമി തകർന്നടിഞ്ഞു എന്ന് പറയുമ്പോൾ ഏറ്റവും സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ദുർബലമായ സമ്പദ് വ്യവസ്ഥയുള്ള
രാജ്യം. നാണ്യപ്പെരുപ്പം അതിൻ്റെ പരകോടിയിലെത്തി നിൽക്കുന്നു. വിദേശകാര്യ കരുതൽ ധനം അല്ലെങ്കിൽ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓൾ ടൈം ലോയിൽ എത്തി നിൽക്കുകയാണ്. കേവലം $10 ബില്യൺ എങ്ങാണ്ടേ ഉള്ളൂ വിദേശ നാണ്യ കരുതൽ ശേഖരം. അതുപോലെ യഥാർത്ഥത്തിൽ GDP-യുടെ 87% ഡെറ്റാണ്, കടമാണ്. കടക്കണിയിൽ മുങ്ങി നിൽക്കുന്ന പാകിസ്ഥാൻ. അതോടൊപ്പം ചൈന ഉൾപ്പെടെ രാജ്യങ്ങൾ പാകിസ്ഥാന് കൊടുത്ത പണം കണക്ക് പറഞ്ഞ് പലിശ സഹിതം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന് വേണ്ടി മുടക്കിയ പണമാണ്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ പരാജയം മറച്ചുവെക്കാൻ തീവ്ര ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കുകയും കാശ്മീരിലേക്ക് ഭീകരന്മാരെ അയക്കുകയും ചെയ്യുന്നതിനുള്ള എല്ലാ തെളിവുകളും ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി പാസ് ഓൺ ചെയ്യേണ്ട വിവരങ്ങൾ മാത്രം നമ്മൾ വിദേശ രാജ്യങ്ങളുടെ അംബാസഡർമാരെ, ഹൈക്കമ്മീഷന്മാരെ, ഉന്നത ഉദ്യോഗസ്ഥന്മാരെ സൗത്ത് ബ്ലോക്കിലോട്ട് വിളിച്ച് കൃത്യമായ വിവരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പ്രത്യാക്രമണ പദ്ധതി എന്ന് പറഞ്ഞാൽ ചാടിക്കേറി ഒന്ന് കണ്ടു ഒരു ആക്രമണം നടത്തി പെട്ടെന്ന് തന്നെ ഒരു പ്രത്യാക്രമണം, ഇതൊന്നുമല്ല. നയതന്ത്ര ഒന്നാന്തരം സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ് നമ്മുടെ ദേശീയ നേതൃത്വം. സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ്. ആദ്യം പ്രതിപക്ഷങ്ങളെ കോൺഫിഡൻസിലെടുക്കുന്നു, ആദ്യം ഇതിനകത്ത് കോമ്പിംഗ് ഓപ്പറേഷൻസ് നടക്കുന്നു. ശരിയാണ്, 7 തീവ്രവാദികൾ പുറത്താണ്, അവർ പീർ പഞ്ചാൽ മലനിരകളിൽ ഒളിവിലാണ്, അവരുടെ ജീവിതം ദുസ്സഹമാണ്, അവരേത് നിമിഷവും പിടിയിലാക്കാം. അത് പിടിക്കൂ, അവരെ പിടിച്ചതിന് ശേഷം വേണം ബാക്കി എന്ന് പറയുന്നതിനകത്ത് എന്താണ് കാര്യം? അവരിന്നല്ലെങ്കിൽ നാളെ പിടിയിലാകും. പക്ഷേ കൃത്യമായ വിവരശേഖരം നടക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായും നയതന്ത്രപരമായും തീരുമാനങ്ങൾ എടുക്കുന്നു. അതുമാത്രമല്ല, ഇച്ഛാശക്തിയോടുകൂടി ജലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിതരണത്തിൽ നാളിതുവരെ പയറ്റിയിട്ടില്ലാത്ത ഇതം പ്രഥമമായി ഒരു പുതിയ പോളിസി വരികയാണ്. ഞങ്ങളുടെ സമ്പത്തിനെ വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ അപ്പർ റൈപ്പേറിയൻ സ്റ്റേറ്റ് ആണ്. അപ്പർ റൈപ്പേറിയൻ സ്റ്റേറ്റ് എന്ന നിലയിലുള്ള ആ രാജ്യത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ അവകാശം ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കും ഇനിയും ജലത്തിൻ്റെ വിതരണം എങ്ങനെയെന്ന്. ഉടനടി ഒന്നും നടക്കില്ല. കാരണം ഡാമുകൾ കെട്ടണം, ഡൈവേർഷൻ ടാക്ടിക്സ് ഉണ്ടാകണം, അതിൻ്റെ സിൽറ്റ് മാറ്റണം, കനാലുകൾ ഉണ്ടാകണം. ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ട് സമയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു നിമിഷം കൊണ്ട് ഒന്നും പാകിസ്ഥാനെ വെള്ളം കൂടി പൊട്ടിക്കാനാവില്ല. പക്ഷേ വൈകാരികമായൊരു വിഷയമായി പാകിസ്ഥാൻ ഈ വിഷയം എടുക്കുമെന്ന് മുൻകൂട്ടി അറിയാനുള്ള വിവേകം ഇന്ത്യക്കുള്ളതുകൊണ്ടാണ് ഇന്ത്യ ഹാസ് ടേക്കൺ ഫോറിൻ ലീഡേഴ്സിൻ്റെ കോൺഫിഡൻസ്, ഫോറിൻ ഡിപ്ലോമാറ്റ്സിൻ്റെ കോൺഫിഡൻസ്. 30 വർഷം മുമ്പുള്ള പാകിസ്ഥാനല്ല ഇത്. ഇപ്പോൾ പാകിസ്ഥാൻ അമേരിക്കയുടെ പിന്തുണയില്ല, പാകിസ്ഥാൻ പല രാജ്യങ്ങളും പിന്തുണയില്ല. പാകിസ്ഥാൻ ടെററിസത്തിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് എന്ന ഒരു ഇമേജാണ് പാകിസ്ഥാന്. ബിൻ ലാഡൻ ഉൾപ്പെടെ ആക്രമണം നടത്തി. 9/11/2001 ആക്രമണത്തിന് ശേഷം ഒരു 10 പതിറ്റാണ്ടും കൂടെ കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാനിലെ അബട്ടബാദിൽ വെച്ചാണ് പിടികൂടപ്പെട്ടത്. അതുകൊണ്ട് ഇന്റർനാഷണൽ ടെററിസത്തിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ടായി പാകിസ്ഥാൻ ഒരുപക്ഷെ ഇറാഖോ സിറിയയോ ഫേസ് ചെയ്തതിനേക്കാൾ വളരെ ദുർഘടമായ ഒരു അവസ്ഥയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒന്നും പാകിസ്ഥാൻ സഹായത്തിന് വരും എന്ന ഒരു പ്രതീക്ഷ പാകിസ്ഥാന് വേണ്ട. അതേസമയം 30 വർഷം മുമ്പത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ത്യ ഏറ്റവും വലിയ മിഡിൽ ക്ലാസ് മാർക്കറ്റാണ്. അത് നമ്മുടെ സാമ്പത്തിക ഒരു മിടുക്കാണ്. അതുകൊണ്ട് ഇന്ത്യ ഒന്നും നല്ല ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സ് ആണ്. ഇന്ത്യയുടെ ഒരു നയതന്ത്രപരമായൊരു മികവ് കാണുന്നു. ഇതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ പാരിറ്റി എന്നൊരു കാര്യമില്ല. ഇന്ത്യ ഹാസ് എ പ്രിപ്പോണ്ടറൻസ് ഓഫ് ബാലൻസ്. ആ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ആദ്യം ആഭ്യന്തരമായി ഒരു വലിയ മൊമെൻറ്റം ബിൽഡ് ചെയ്യുകയാണ് ശ്രീ കൃഷ്ണരാജ്. അതായത് ഒരു വലിയ കൊടുങ്കാറ്റിന് മുമ്പ് ഒരു ചുഴി പോലെ ഉണ്ടാകും ഒരു മൊമെൻറ്റം ബിൽഡിംഗ് ആണ്. ഈ മൊമെൻറ്റം ബിൽഡിങ് ആഭ്യന്തരമായും വൈദേശികമായ സാധ്യതകൾ മുഴുവൻ പ്രയോജനപ്പെടുത്തി ഒരു മൊമെൻറ്റം ബിൽഡിംഗ് ആണ്. ആ കൊടുങ്കാറ്റ് അഴിച്ചു വിടണോ എന്നത് മിലിറ്ററി പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈമിംഗ് ഉണ്ട്, ഒരു സർപ്രൈസ് ഫാക്ടർ ഉണ്ട്, ഒരു ഇച്ഛാശക്തിയുണ്ട്. ഇത് വേണ്ട സമയത്ത് എന്തുകൊണ്ട് ആക്രമണം, ഇപ്പോൾ പൊട്ടും എന്തുകൊണ്ട് പൊട്ടുന്നില്ല എന്ന രീതിയിലുള്ള സംസാരം എന്ന് പറയുന്നത് അപക്വമായ കാര്യമാണ്. രാജ്യത്തിന് താല്പര്യമാണ്, ദേശീയ സുരക്ഷയാണ് പ്രധാനം. ദേശീയ സുരക്ഷയുടെ പിന്നിൽ രാഷ്ട്രീയമില്ല. നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളെ അഭിനന്ദിക്കാതിരിക്കാനാവില്ല. അവർ ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ചു. അവർ പറഞ്ഞു സുരക്ഷാ ഭീഷണി ഉണ്ടായി, അത് ആലോചിക്കണം, അന്വേഷിക്കണം. പക്ഷേ ഇത് അനവസരത്തിലാണ്. തീർച്ചയായും സുരക്ഷാ ഭീഷണി ആലോചിക്കണം, അന്വേഷിക്കണം, കണ്ടെത്തണം, ഭാവിയിൽ ഇത് ആവർത്തിക്കുകയും ചെയ്യരുത്. പക്ഷേ ഇതല്ല അത് പറയുന്ന സമയം. ഇവിടെ രാഷ്ട്രീയമായി വേർതിരിവുണ്ടാക്കേണ്ട സമയമല്ല ശ്രീകൃഷ്ണരാജ്. ഇവിടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. സർവകക്ഷി യോഗത്തിൽ രാജ്യത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ക്ഷമയോടെ ആസൂത്രണം ചെയ്തു വേണം തിരിച്ചടി. അതുതന്നെയാണ് ഡോക്ടർ മോഹൻ വർഗീസും പറഞ്ഞു വയ്ക്കുന്നത്. കേണൽ എസ് ഡിന്നി, അതായത് പാക് ഭരണകൂടം, പാക് സൈനിക മേധാവി ഒക്കെയും
ഭീകരരുടെ താവളങ്ങളിലേക്ക് ചെന്ന് കൈകൊടുത്ത് പിരിയുന്ന കാഴ്ചയെക്കുറിച്ചാണ് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞത്. അതായത് ഒരു മറയുമില്ലാതെ നേരിട്ട് ഭീകരരുമായി ഞങ്ങൾ സന്ധി ചെയ്യുന്നു എന്ന് ഓരോ നിമിഷവും അവർ ആവർത്തിച്ച് പറയുകയാണ്. പണ്ട് ഒളിത്താവളം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ഞങ്ങളുടെ ഇടം കൂടിയാണെന്ന് ഭീകരർക്ക് പറയാൻ പറ്റുന്നത്ര വിധം സർക്കാരും ഭീകരരും തമ്മിൽ ഒരു സന്ധി ഉണ്ടാകുന്നു. ഈ പാകിസ്ഥാൻ ഭരണകൂടം എന്നൊന്നുണ്ടോ? ഭീകരരുടെ കളിപ്പാവുകൾക്ക് പേടിയല്ലാതെ മറ്റൊരു വികാരമുണ്ടോ? ശ്രീകൃഷ്ണ, അതിനു മുമ്പ് ഞാൻ ഒരു ജസ്റ്റ് ഒരു കറക്ഷൻ. ശ്രീ നന്ദഗോപാൽ അദ്ദേഹം പറഞ്ഞത് ഈ മാർക്കോസ് എന്ന് പേരെടുത്തത് 2 പ്രാവശ്യം തെറ്റിച്ചാണ് പറഞ്ഞത്. മാർക്കോസ് എന്ന് പറഞ്ഞാൽ മെറീൻ കമാൻഡോസ് ആണ്. അവർ ഈ സ്പെഷ്യൽ ഫോഴ്സസിലും സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഞാൻ ഒരു സൈനികൻ അല്ലെങ്കിൽ മുൻ സൈനികൻ ഇവിടെ ഇരിക്കുമ്പോൾ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ പേര് തെറ്റിച്ച് പറയുന്നതിന് അത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് തിരുത്തുന്നത്. മാർക്കോസ് എന്നാണ് അത് അതിന്റെ യഥാർത്ഥ കറക്റ്റ് ആയിട്ടുള്ള പേര്. ഓക്കെ, ഇനി അടുത്ത ശ്രീ കൃഷ്ണരാജ് ചോദിച്ച ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കുന്ന ഐ തിങ്ക് ശ്രീ മോഹൻ വർഗീസ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഇഷ്യൂസ് എല്ലാം കവർ ചെയ്തു. പാകിസ്ഥാന്റെ മൈൻഡ് സെറ്റ് നമ്മൾ മനസ്സിലാക്കുക. പാകിസ്ഥാന്റെ മൈൻഡ് സെറ്റ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1948-47 തൊട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. ഇപ്പൊ പല പല ഉദാഹരണങ്ങളുണ്ട്. അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ അവരുടെ ഒരു തോന്നലുണ്ട്. അതായത് പാകിസ്ഥാനിലുള്ള ഒരാള് ഇന്ത്യയിലുള്ള 10 പേർക്ക് തുല്യമാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് പണ്ടുതൊട്ടേ ഉണ്ട്. അത് അവർ പലപ്പോഴും സൈന്യത്തിലായാലും കളിയിലായാലും, അതായത് ക്രിക്കറ്റ് കളിക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് പോലത്തെ ഉണ്ട്. നമ്മളിപ്പോ ഈ സിന്ധു കരാർ നദീ കരാറിനെ കുറിച്ച് ഞാൻ അവിടെ ഒന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ. നമ്മളൊക്കെ ടെലിവിഷൻ സ്ക്രീനിലൂടെയെങ്കിലും കാണുന്ന പാകിസ്ഥാനികൾ ക്രിക്കറ്റ് താരങ്ങളാണ്. പലപ്പോഴും ഇത്രമാത്രം കായികക്ഷമതയില്ലാത്ത, നേരാം വണ്ണം പന്ത് പിടിക്കാൻ പോലും പലപ്പോഴും അറിയാത്തവരെന്ന ആക്ഷേപം കേൾക്കുന്ന അവരെയാണ്, അല്ലെങ്കിൽ അവരാണ് നമ്മളെ ഈ വിധത്തിൽ കണക്ക് കൂട്ടുന്നത് എന്നുകൂടി ജനങ്ങളെ ഓർമ്മിപ്പിച്ചോട്ടെ. അബ്സല്യൂട്ട്ലി, അത് തന്നെയാണ് ശരി. അപ്പൊ ഈ ഒരു സുപ്പീരിയോറിറ്റി അത് തന്നെയാണ് ജനറൽ ആസിം മുനീറും ഈ അടുത്ത കാലത്തായിട്ട് അത് പറയാനുള്ള പല രീതിയിൽ അദ്ദേഹം ശ്രമിച്ചത്. അപ്പൊ ഈ ഒരു ഫാൾസ് സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റി ഈ 1947 തൊട്ടേ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ സിന്ധു നദി കരാർ ആ സമയത്ത് ജിന്ന ആയിരുന്നു പാകിസ്ഥാന്റെ ഉള്ളതും, പണ്ഡിറ്റ് നെഹ്റു ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തും. ആ ബ്രിട്ടീഷേഴ്സ് പോകുന്നതിന് മുമ്പ് അവർ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഇതിനകത്ത് ഒരു എഗ്രിമെന്റിലേക്ക് വരുമെന്ന്. അന്ന് ജിന്ന പറഞ്ഞത് ഞങ്ങൾ ഒരു കാരണവശാലും ഈ ഹിന്ദു വെള്ളം ഉപയോഗിക്കത്തില്ല, ഞങ്ങൾ മരുഭൂമി ആയാലും ശരി ഞങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കത്തില്ല എന്നാണ് ജിന്ന അന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ജിന്ന മരിച്ചു. പിന്നീട് ഒരു 8 വർഷത്തോളം അതിന്റെ നെഗോസിയേഷൻ നടന്നു. 1960 പണ്ഡിറ്റ് നെഹ്റു അന്ന് അതിനെ സൈൻ ചെയ്തത്. അതിന്റെ ബാക്കിലും നമുക്കറിയാം അമേരിക്കയുടെ വലിയൊരു സമ്മർദ്ദം ഉണ്ട്. നമ്മൾ അന്ന് അത്ര ഒരു എക്കണോമിക് ആയിട്ട് നമ്മൾ വലിയ പവർഫുൾ അല്ലായിരുന്നു. അന്ന് അമേരിക്കയ്ക്ക് കൂടുതൽ ഇഷ്ടം പാകിസ്ഥാനെ ആയിരുന്നുകൊണ്ടും അവരെ ഒരു പ്രഷറൈസ് ചെയ്തിട്ടാണ് കുറച്ചൊക്കെ നമ്മൾ ഈ IWTയിൽ അല്ലെങ്കിൽ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നമ്മൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ സമയങ്ങളിലെല്ലാം അവർക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. പിന്നെ 65 കാര്യം നോക്കും. 65 പണ്ഡിറ്റ് നെഹ്റു മരിച്ചു കഴിഞ്ഞിട്ട് 65 ഇതേപോലെ കശ്മീർ പിടിക്കും എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ചെയ്തു. അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു കൊച്ചു മനുഷ്യനായിരുന്നു, ലാൽ ബഹാദൂർ ശാസ്ത്രി. അപ്പം അവർ വിചാരിച്ചു ഇദ്ദേഹത്തിന് നമുക്ക് ഒരു പവറും ഇല്ല, ഇദ്ദേഹം ഒരു അത്ര സ്ട്രോങ് അല്ല എന്നുള്ളത്. അവർക്ക് ആകെ തെറ്റിപ്പോയി. ലാൽ ബഹാദൂർ ശാസ്ത്രി ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡറായിരുന്നു. അദ്ദേഹം ഈ പാകിസ്ഥാൻ ചെയ്യുന്ന അതേപോലെ തിരിച്ചടിച്ചു. അപ്പം ആ ഇന്ത്യൻ ആർമി അന്നും തിരിച്ചടി കൊടുത്തു. വീണ്ടും പഠിച്ചില്ല, അവർ പോയി. പിന്നെ 71 ഇതേപോലെ വിചാരിച്ചു ബംഗ്ലാദേശ് അവരുടെ എപ്പോഴും അവരെ കീഴിലിരിക്കുന്നു. ഇപ്പം 2 മതത്തിന്റെ പേരിൽ തന്നെ ഉണ്ടായ ഒരു രാജ്യം ബംഗ്ലാദേശികളെ അടിച്ച് അവരെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലായിരുന്നു. അത് ആരും ചോദിക്കാൻ പറയാനില്ല എന്നുള്ള രീതിയിലേക്ക് നടന്നു. ഭാരതം ഒരിക്കലും ഇടപെടത്തില്ല എന്നുള്ള രീതിയിലേക്ക് അവർ നിന്നു. അവിടെയും അവർക്ക് തിരിച്ചടി ഉണ്ടായി. 16 ദിവസം കൊണ്ട് ഒരു രാജ്യം സൃഷ്ടിച്ച ഒരേ ഒരു രാജ്യം ഭാരതമാണ്. ഒരേ ഒരു സേന ഭാരതീയ സേനയാണ്. അത് കഴിഞ്ഞിട്ട് നോക്ക് കാർഗിൽ വീണ്ടും ഇതേ ബുദ്ധി ഉപയോഗിച്ച് ഞങ്ങൾ വളരെ സ്മാർട്ടായിട്ട് പോയി. ഈ വിന്റർ സമയത്ത് കാർഗിൽ മലകളിലൊക്കെ കയറിയിരിക്കും. ഇവരാരും അറിയത്തില്ല. ഇവർ വന്നാൽ നമ്മൾ അവരെ തിരിച്ചടിക്കും. ആദ്യം ചെന്ന പെട്രോൾ, അതായത് ലഫ്റ്റനന്റ് അനുജ് കാലിയ എന്നൊക്കെ പറഞ്ഞ അവർ എന്ത് ക്രൂരതായിട്ടാണ് അവർ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് തിരിച്ചടി കിട്ടിയപ്പോൾ അവർ അവരുടെ ബാക്ക് കാണിച്ചുകൊണ്ട് ഇവിടുന്ന് ഓടി താഴോട്ട് പോയി കാർഗിൽ മലകളിൽ.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ഓരോ സമയത്തും അവരുടെ രീതി ഇതാണ്. അവർക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു തെറ്റിദ്ധാരണയുണ്ട് അവരെന്തോ സ്പെഷ്യൽ ആണെന്നുള്ളത്. ഓരോ പ്രാവശ്യം അടി കിട്ടിയാലും അവർ പഠിക്കത്തില്ല, അവർക്ക് വീണ്ടും അടി കൊടുക്കുക മാത്രമേ നമുക്ക് ഇപ്പോഴുള്ള നമ്മളെ ഒരു കാര്യം. അതുപോലെ തന്നെ അവർ ഈ കൂടുതൽ സ്മാർട്ട് ആവുന്നതിന്റെ ഉള്ള ഒരു കാര്യമാണ്. അവർ വിചാരിച്ചു 1979 റഷ്യയും അത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് വരുമ്പം ഇതാണ് നമ്മുടെ ചാൻസ്. അപ്പൊ അമേരിക്ക ഇവരെ ഉപയോഗിച്ചു. അത് ശരി തന്നെയാണ്. അമേരിക്ക ഇവരെ ഉപയോഗിച്ചിട്ട് അവര് ഈ അവിടത്തുള്ള ജിഹാദ് എന്നുള്ള രീതിയിലേക്ക് അവർ ആളുകളെ കൊടുക്കാനും അല്ലെങ്കിൽ ആളുകളെ ട്രെയിൻ ചെയ്യാനും ഒക്കെ ചെയ്തു. അപ്പൊ അവർ നോക്കിയപ്പം സോവിയറ്റ് യൂണിയൻ പോലുള്ള ഇത്രയും വലിയൊരു രാജ്യം ഇങ്ങനത്തെ ഒരു പോളിസി, അതായത് ഭീകരവാദത്തിന്റെ അവർക്ക് തോൽപ്പിക്കാൻ പറ്റി എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. പക്ഷെ ഈ വിഡ്ഢികളായിട്ടുള്ള പാകിസ്ഥാൻ ആർമികൾ അന്ന് മനസ്സിലായില്ല, അത് തോൽപ്പിച്ചത് വെറും ഈ ഭീകരവാദികളല്ലായിരുന്നു. അതിനകത്ത് ബാക്കിൽ അമേരിക്കയുടെ വലിയ റോൾ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ പൈസ ഉണ്ടായിരുന്നു, അമേരിക്കയുടെ എക്യുപ്മെന്റ് ഉണ്ടായിരുന്നു, അമേരിക്കയുടെ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. അമേരിക്ക പല രീതിയിൽ സോവിയറ്റ് യൂണിയനെ വേറെ രീതിയിലും ശല്യം ചെയ്തുകൊണ്ടാണ് അത് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നത്. പക്ഷെ അത് മനസ്സിലായില്ല. അവർക്ക് സഡൻലി വിചാരിച്ചു ഇതാണ് നമ്മുടെ മന്ത്രം, നമുക്ക് ഇനി ഭാരതത്തിനെ ഇതേപോലെ തകർക്കാം. 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 89 അതേ പോളിസി എടുത്ത് അവര് കശ്മീരിൽ ചെയ്യാൻ നോക്കി. അന്ന് തൊട്ടേ ഇന്ന് വരെ അത് ചെയ്യാനുള്ള ശ്രമം നടത്തി. പക്ഷെ അവർ മനസ്സിലാക്കാതെ പോയതൊരു കാര്യം, നിങ്ങൾ ഈ ഒരു എന്താ പറഞ്ഞ ഈ ഒരു സാധനം ഒരു പാമ്പിനെ നിങ്ങൾ വളർത്തി, നിങ്ങൾ മറ്റുള്ളവരെ കടിക്കാൻ വേണ്ടി നിങ്ങൾ വളർത്തിയാണ്. പക്ഷെ അതേ പാമ്പ് നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ വളർന്ന് അതിനകത്ത് പല പാമ്പുകളായി മാറി ഇപ്പൊ അവരെ തന്നെ കടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം അവർ പറയാണ് ഞങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിക്ടിം ഓഫ് ടെറർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ ശ്രീ മോഹൻ വർഗീസ് അദ്ദേഹം പറഞ്ഞു ഒസാമ ബിൻ ലാദനെ കിട്ടിയത് പാകിസ്ഥാനിൽ നിന്ന്. ഒസാമ ബിൻ ലാദനെ തീർക്കാൻ വേണ്ടി പൈസ വാങ്ങിച്ചത് പാകിസ്ഥാൻ. ഒസാമ ബിൻ ലാദനെ തീർക്കാന്ന് വാക്ക് കൊടുത്തത് പാകിസ്ഥാൻ. പക്ഷെ അവസാനം കിട്ടിയത് എവിടെയാ? പാകിസ്ഥാൻ. അപ്പൊ ഇതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഒരു രീതിയിലുള്ള നാണമോ ഒരു രീതിയിലുള്ള അവർക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റോ ലോക സമാധാനത്തിനോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പം അവരുടെ സേനയുടെ ചീഫോ അല്ലെങ്കിൽ ISI DGISI ഒക്കെ ഓപ്പൺ ആയിട്ട് ഈ ഭീകരവാദി ക്യാമ്പിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്കതിനകത്ത് യാതൊരു അതിശയമില്ല. കാരണം ഈ യൂണിഫോം മാത്രമേ ഉള്ളൂ വ്യത്യാസം. അത് ചിലപ്പം പാകിസ്ഥാനിലെ സൈന്യത്തിന്റെ യൂണിഫോം മാറ്റി കഴിഞ്ഞാൽ അത് ഭീകരവാദികളുടെ ഇത് തന്നെയാണ്. ഇപ്പൊ ഭീകരവാദികൾ ഇവരുടെ യൂണിഫോം ഇട്ട് അത് തന്നെയാണ്. അതുപോലെ തന്നെ ജനറൽ അസീം മുനീർ പോലെ ആ ഉദ്യോഗസ്ഥൻ സംസാരിച്ചത് ഒരു ഭീകരവാദിയുടെ സ്വരം തന്നെയാണ്. അതിനകത്ത് എവിടെയെങ്കിലും ഇപ്പൊ നമ്മളെയൊക്കെ ഒരു സൈന്യത്തിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഏത് ലോകത്ത് എവിടെയായാലും ആ സൈന്യം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കാറുണ്ട്. അത് ഞാൻ ഇപ്പം കോങ്കോയിലൊക്കെ ആയിരുന്നപ്പോൾ പാകിസ്ഥാന്റെ ധാരാളം ഓഫീസേഴ്സ് അവിടെ ഉണ്ട്, എനിക്ക് അറിയാവുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ജനറൽ അസീം മുനീർ സംസാരിച്ചതും ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു മതഭീകരവാദിയുടെ സ്വരവും മതഭീകരവാദിയുടെ രീതിയിലുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സൈന്യത്തിന്, അങ്ങനെയുള്ള ഒരു സൈന്യ തലവന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അപ്പം ഈ ഒരു കാര്യം അവര് ക്യാമ്പിൽ പോകുന്നുണ്ട്, നമുക്ക് ഒരിക്കലും അതിശയം വേണ്ട. ഈ ക്യാമ്പിലും കിട്ടും അവർക്ക് അടി. അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉള്ളിൽ നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ അവരുടെ ഉള്ളിൽ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലാണ് അവിടുത്തെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കോർ കമാൻഡറിന്റെ വീട്ടിലേക്ക് ആളുകൾ പ്രക്ഷോഭമായിട്ട് അകത്ത് കയറുകയാണ്. അകത്ത് കയറി കോർ കമാൻഡറിന്റെ വീട്ടിന്റെ ഉള്ളിലാണ് കയറുന്നത്. വീട്ടിന്റെ ഉള്ളിൽ കയറി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾ പോലും എടുത്തുകൊണ്ട് പോയ ഒരു പാകിസ്ഥാനെ നമുക്ക് ഇന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് കാണാം. അപ്പം അവര് ചെയ്യുന്ന കാര്യം തന്നെയാണ് അതിനെക്കാട്ടി നന്നായിട്ട് നമുക്കും ചെയ്യാൻ അറിയാം എന്ന് നമ്മൾ ഓരോ മേഖലയിലും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിലും അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മളെ ധർമ്മത്തിന് തന്നെ ആയിരിക്കും മുറുക്കി പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നത്. അതിനകത്ത് യാതൊരു ശരിയും തെറ്റുകളൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ രാഷ്ട്രമാണ് പ്രഥമം. ആ രാഷ്ട്രത്തിലെ ഓരോ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയാണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മത്തിന് വേണ്ടി എന്തൊക്കെ നടപടി ചെയ്യണോ അതൊക്കെ ചെയ്തിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. യെസ്, പ്രൊഫസർ റോണി കെ ബേബി, അതായത് പാകിസ്ഥാനുള്ളിൽ ചിലരിപ്പോഴും വീരവാദം മുഴക്കുന്നുമുണ്ട്. സിന്ധു നദീജലം തടസ്സപ്പെടുത്തിയാൽ ഒന്നുകിൽ നദീജലം അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോര അതിലൂടെ ഒഴുകും എന്നാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ഭൂട്ടോ സർദാരി പറഞ്ഞത്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അദ്ദേഹം അവിടുത്തെ മുൻ വിദേശകാര്യമന്ത്രി കൂടി ആയിരുന്നു. ആ ശബ്ദം, ആ വാക്കുകൾ പാകിസ്ഥാനോടുള്ള ശത്രുതയോ വ്യക്തമാക്കുന്നത്? നമ്മൾ ഈ ആഭ്യന്തര ശത്രുക്കൾ പെരുകുന്ന പാകിസ്ഥാൻ, തീവ്രവാദികൾക്ക് വളമാകുന്ന പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
ഈ വാക്കുകൾ ഉന്നം വെക്കുന്നത് പാകിസ്ഥാനെ തന്നെയോ? നമുക്കറിയാം ഇപ്പോൾ ബിലാവൽ ഭൂട്ടോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആരാണ് യഥാർത്ഥ പാകിസ്ഥാന്റെ രാജ്യസ്നേഹികളെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ്. ഇതിനകത്തെല്ലാം പൊളിറ്റിക്കൽ ആണല്ലോ. എങ്ങനെ ഇതിന്റെ അകത്ത് നിന്നും ഇത് ഇപ്പൊ വലിയ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ കോംപ്ലക്സ് ആയ സിറ്റുവേഷനിൽ എങ്ങനെ അതിന്റെ അകത്ത് നിന്ന് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ്? കാരണം നമുക്കറിയാം ഇവിടെ ഇപ്പൊ ഇമ്രാൻഖാൻ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തായി. പക്ഷെ ഇമ്രാൻഖാൻ അവിടെ ഇപ്പോൾ വളരെ പോപ്പുലർ ആണ്. പ്രത്യേകിച്ചും അദ്ദേഹം പട്ടാളത്തിന്റെ ഒരു പപ്പറ്റായിട്ട്, അല്ലെ പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഒരു പപ്പറ്റായിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നെങ്കിലും പിന്നീട് അദ്ദേഹം മിലിറ്ററിയുമായിട്ട് തെറ്റുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തന്നെ രജിസ്ട്രേഷൻ കളയുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളൊക്കെ സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്നു. എന്നിട്ടും അവര് ഭൂരിപക്ഷം നേടി. നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പാകിസ്ഥാന്റെ പൊളിറ്റിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് കാണാനായിട്ട്. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ രജിസ്ട്രേഷൻ എടുത്തു കളഞ്ഞു, സ്ഥാനാർത്ഥികളെല്ലാം സ്വതന്ത്രമായിട്ട് മത്സരിച്ചു. എന്നിട്ട് പോലും പട്ടാളത്തിന്റെ ഒരു പിന്തുണയും ഇല്ലാതെ, അത് ഒരു പക്ഷേ എനിക്ക് പാകിസ്ഥാന്റെ സമീപ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. കാരണം എല്ലാ തവണയും ആരാണ് പാകിസ്ഥാൻ ആർമി സപ്പോർട്ട് ചെയ്തത് അവരാണ് ഇലക്ഷനുകൾ വിൻ ചെയ്യുക. പക്ഷെ ഇമ്രാൻഖാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിർത്തിയ സ്വതന്ത്രരായി നിന്ന ആളുകളെല്ലാം ജയിച്ചു. പക്ഷെ അവരെ തന്നെ എന്ത് ചെയ്തു? കുറെ ആളുകളെ രാജിവെപ്പിച്ചു, എന്നിട്ട് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. അപ്പോൾ എത്ര ശക്തമാണ് പാകിസ്ഥാന്റെ പട്ടാളത്തിനെതിരെയുള്ള ജനവികാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ ഈ പട്ടാളം തന്നെ ഒരുപാട് മാനിപ്പുലേഷൻസ്, തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ നടത്തിയിട്ട് പോലും അവർ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടത്തെ അവർക്ക് അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ അവിടുത്തെ യഥാർത്ഥ ഹീറോ ആയി നിൽക്കുന്നത് ഇമ്രാൻഖാൻ തന്നെയാണ്. കാരണം അദ്ദേഹം അവിടെ പട്ടാളവുമായിട്ടുള്ള ഒരു ക്ലാഷിലേക്ക് പോയി, പട്ടാളവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വളരെ ഒരു പോപ്പുലറായ നേതാവായിട്ട് നിൽക്കുന്നു. പക്ഷേ നമുക്കറിയാം അവിടുത്തെ വളരെ ബേസ് ഉണ്ടായത് പാർട്ടിയാണ്. കൃത്യമായി തന്നെ വളരെ നമുക്കറിയാം പഞ്ചാബ് പ്രവിശ്യ ഉൾപ്പെടെ, പഞ്ചാബ് പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ ആണ്. കറാച്ചി പോലെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായി നമുക്കറിയാം ഉണ്ടായിരുന്നതാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, പഴയ ബേനസീർ ഭൂട്ടോയുടെ ഒക്കെ ഒരു പാർട്ടി. പക്ഷെ ഇപ്പോൾ ഈ രണ്ട് പാർട്ടികളും വളരെ പിന്നോക്കം പോയിരിക്കുന്നു. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പിന്നോക്കം പോയിരിക്കുന്നു, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പിന്നോക്കം പോയിരിക്കുന്നു. അപ്പോൾ ഈ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ ബേസ് കൂടുതലും ഈ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ആണ്, നമ്മുടെ ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ളത്. പാകിസ്ഥാന്റെ ജോഗ്രഫിക്കൽ ഏരിയയുടെ ഒരു വലിയ പ്രദേശം എന്ന് പറയുന്നതും ഈ പറയുന്ന നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ആണ്. അവിടെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ വലിയ വികാരം അവിടെ പാകിസ്ഥാന്റെ പട്ടാളം നേരിട്ടുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ യാത്രാ വിമാനം തന്നെ തട്ടിക്കൊണ്ടു പോകുന്ന രീതിയിൽ അവിടെ അതിശക്തമായ രീതിയിൽ ഒരു ലിബറേഷൻ മൂവ്മെന്റ് ഈ ബലൂചിസ്ഥാനെ, ഇതിന്റെയൊക്കെ ഒരു ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ തന്നെ നമുക്കറിയാം അതിർത്തി ഗാന്ധിയായിട്ടുള്ള ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അദ്ദേഹമൊക്കെ അതിശക്തമായി നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനൊപ്പം നിന്ന ആളുകളാണ്. ഈ വിഭജനം ഉണ്ടായി നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ബലൂചിസ്ഥാൻ ഉൾപ്പെടെ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ അന്ന് ഈ അതിർത്തി ഗാന്ധിയായിരുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ മഹാത്മാഗാന്ധിയോട് നെഹ്റുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഞങ്ങളെ ആ പിശാചുക്കൾക്ക് വിട്ടുകൊടുത്തത്? അപ്പോൾ എന്താ ഈ പാകിസ്ഥാനിന് എന്തിനാണ് ഞങ്ങളെ വിട്ടുകൊടുത്തത്? പക്ഷെ നമുക്കറിയാം ജോഗ്രഫിക്കലി ഇന്ത്യയുമായിട്ട് ഒരിക്കലും ഒരു ആക്സസ് ഉള്ള ഒരു പ്രദേശമായിരുന്നില്ല. പിന്നെ അന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം പോലും നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് പാകിസ്ഥാനിലേക്ക് പോകുമായിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ചങ്കുപൊട്ടി ചോദിച്ചതാണ്, എന്തിന് ഞങ്ങളെ ആ പിശാചുക്കൾക്ക് വിട്ടുകൊടുത്തു? അപ്പോൾ ഇന്നും നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ളവ അത് പാകിസ്ഥാന്റെ ദേശീയതയിലേക്ക് ലയിച്ചു ചേർന്നിട്ടില്ല. പക്ഷേ അവിടെ അതിശക്തമായ ബേസ് ഇപ്പോൾ ഈ പറയുന്ന ഇമ്രാൻഖാൻ ഉള്ള പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹത്തിന് വലിയ പ്രതികരണങ്ങളൊന്നും പുറത്തേക്ക് പറയാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ അദ്ദേഹം നടത്തിയൊരു പ്രസ്ഥാനം ഇവിടെ കൃഷ്ണരാജ് ചോദിച്ചത് വളരെ പ്രസക്തമാണ്. ഈ കലക്കവെള്ളത്തിൽ എങ്ങനെ തനിക്ക് ഒരു മീൻ പിടിക്കാം, അല്ലെ എങ്ങനെ ഈ പറയുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്ക്, കാരണം പാകിസ്ഥാന്റെ രാഷ്ട്രീയ അധികാരം ഒരുപാട് കാലം കൈവശം വെച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി. ബേനസീർ ഭൂട്ടോയും അവരുടെ പിതാവ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഒക്കെ, അതുപോലെ തന്നെ ഈ ബിലാവൽ ഭൂട്ടോയുടെ പിതാവ് സർദാരിയും ഒക്കെ ഒരുപാട് കാലം പ്രധാനമന്ത്രിയായിട്ടും പ്രസിഡന്റായിട്ടും അവിടുത്തെ രാഷ്ട്രീയ അധികാരങ്ങൾ ഒരുപാട് തവണ കൈവശം വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അകത്തുനിന്ന് ഒരുപക്ഷെ പട്ടാളത്തെ കൂടി പ്രീതിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. കാരണം ഇമ്രാൻഖാനും പട്ടാളവുമായി തെറ്റി നിൽക്കുന്നു. അപ്പോൾ എങ്ങനെ പട്ടാളത്തിന്റെ ഒരു സപ്പോർട്ട് കൂടി മേടിച്ചെടുക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഇവള് ബിലാവൽ ഭൂട്ടോ നടത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊക്കെ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ പാകിസ്ഥാൻ എപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മോഹൻ വർഗീസും കേണൽ ഡിന്നിയും രാംകുമാറും ഒക്കെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ പാകിസ്ഥാന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ദേശീയത എന്ന് പറയുന്നത് ഒരിക്കലും മതമൊന്നുമല്ല. കാരണം അന്ന് ജിന്ന പറഞ്ഞത്
ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ ഉണ്ടായപ്പോൾ ഇസ്ലാം വിൽ യുണൈറ്റ് പാകിസ്ഥാൻ ഫോർ എവർ എന്നാണ് ജിന്നയുടെ വളരെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം പാകിസ്ഥാൻ അജയ്യമായിരിക്കും, കാരണം പാകിസ്ഥാന്റെ ദേശീയത ഇസ്ലാമാണ്, മുസ്ലിമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതേ പാകിസ്ഥാൻ തന്നെ 71 നമ്മൾ കണ്ടു അതിന്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശ്. അല്ല, ഒരു മതം തന്നെ എല്ലാ കാലത്തും പാകിസ്ഥാനെ ഒന്നിപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞാൽ ആ പാകിസ്ഥാൻ തന്നെ രണ്ടായി മുറിഞ്ഞു പോകുന്നത് നമ്മൾ 1971 കണ്ടു. പക്ഷെ ഇപ്പോൾ വളരെ കൃത്യമാണ്. ഇപ്പോൾ അന്നു മുതൽ പാകിസ്ഥാന്റെ ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്. അപ്പോൾ അവർക്ക് എപ്പോൾ ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നു, എപ്പോൾ അവരുടെ ഇന്റേണൽ. നന്ദഗോപൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ നന്ദഗോപൻ ഈ സംഭവ സ്ഥലത്ത് പോയത് കൂടാതെ നിരവധി പേരുടെ പ്രതികരണത്തിനും ശ്രമിച്ചിരുന്നുവല്ലോ. കശ്മീർ ജനത എന്തു പറയുന്നു? കൃഷ്ണരാജ്, യഥാർത്ഥത്തിൽ അതായത് ഇന്നിപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ച കഴിഞ്ഞ 3-4 ദിവസമായി ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിൻ്റെ ഡ്രൈവർ അടക്കം പറയുന്നത് അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കാശ്മീരിലെ ഒരു വിഭാഗം ജനത അവർ ഭാരതത്തിനൊപ്പമാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോഴും അവരുടെ ഉള്ളിലുള്ളൊരു വികാരം അവർക്ക് കാശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്നുള്ളതാണ്. നമ്മൾ ഇന്ന് പല ഈ ഭീകരവാദികളുടെ വീടുകൾ, ഇതിനോടകം തന്നെ 5 പേരുടെ വീടുകൾ തകർത്ത് കഴിഞ്ഞു. ഇന്ന് 3 പേരുടെ വീടുകൾ, അതേപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ, കഴിഞ്ഞ ദിവസം രാത്രിയിൽ 2 പേരുടെ വീടുകൾ തകർത്ത് കഴിഞ്ഞു. ഇവരുടെ വീടുകളിലൊക്കെ തന്നെ നമ്മൾ ചെന്ന് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അവർ ഈ പ്രദേശവാസികളാണേലും അതേപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളാണേലും ഒക്കെ തന്നെ പറയുന്നത് അവർക്ക് കശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആവശ്യമാണ്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, എന്നാൽ ഒരു വിഭാഗം ആൾക്കാർ അത്തരം ഒരു ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭാരതത്തിൻ്റെ ഭാഗമല്ലാതെ ഒരു കാശ്മീരിനെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മൾ പലപ്പോഴും തിരക്കി അങ്ങനെ ഈ ഭാരതത്തിൽ നിന്നും വിട്ട് ഒരു കാശ്മീർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വരുമാന മാർഗം എന്താകും, പിന്നീടുള്ള ഒരു അവസ്ഥ എന്താകും എന്ന് ചോദിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് ടൂറിസം മേഖലയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ആപ്പിൾ കൃഷിയുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഏതായാലും ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവർ അങ്ങനെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരവാദികൾക്ക് ഈ പ്രാദേശികപരമായ സഹായങ്ങൾ ഇത്രത്തോളം ലഭിക്കുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ഭീകരവാദികൾ അവർക്ക് പ്രാദേശികപരമായ ഒരു സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കാശ്മീരിലെ ഒരു വിഭാഗം ജനത അത്തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജമ്മു കാശ്മീരിനെ ഭാരതത്തിൽ നിന്നും മോചിപ്പിച്ച് മറ്റൊരു രാഷ്ട്രമാക്കണമെന്നുള്ള ചിന്തയാണ് ഈ കാശ്മീരിലെ ഒരു വിഭാഗം ജനതയ്ക്കുള്ളത് എന്നുള്ളതാണ്. മറ്റൊരു വിഭാഗം ജനത ആഗ്രഹിക്കുന്നത് 2014 ശേഷം നമ്മൾ ഇതിനോടകം തന്നെ വാർത്തകൾ സംപ്രേഷണം ചെയ്തു. അതായത് ഈ പെഹൽഗാമിലെ ബൈസൺ വാലിയിലേക്ക് പോകുവാൻ വേണ്ടി ഈ വിനോദസഞ്ചാരികൾക്ക് കുതിരകളെ നൽകുന്ന ഒരാളുടെ സംഭാഷണം, അയാളുമായി നമ്മൾ നടത്തിയ ചർച്ചകൾ ഇതിനോടകം തന്നെ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു. അയാൾ പറയുന്നത് ഈ 2014 ശേഷം ജമ്മു കാശ്മീരിൽ സമഗ്രമായ മാറ്റമാണ് ഉണ്ടായതെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ജമ്മു കാശ്മീരിൽ ഇതിനോടകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അടക്കമുള്ള പല പദ്ധതികളും ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. മുമ്പ് 2014 മുമ്പ് ഈ ജമ്മു കാശ്മീരിലെ പല വീടുകളിലും ബാത്റൂം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ വീടുകളിലൊക്കെ തന്നെ ബാത്റൂമായി കഴിഞ്ഞു. മാത്രമല്ല ഇന്നിപ്പോൾ ഈ ജമ്മു കാശ്മീരിൻ്റെ പല മേഖലകളിലൂടെയും നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചു. റോഡുകളെല്ലാം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് പാലങ്ങൾ, പുതിയ പാലങ്ങൾ വരുന്നു. അതേപോലെ തന്നെ ഈ പുതിയ പൊതുവായിട്ടുള്ള ശൗചാലയങ്ങൾ വരുന്നു. ഇങ്ങനെ ജമ്മു കാശ്മീരിൽ സമഗ്രമായ മാറ്റമാണ് 2014 ശേഷം, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം ഉണ്ടായത് എന്നുള്ളത് ഇവിടെ 2014 മുമ്പും അതിനുശേഷവും വന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ ഇത്തരത്തിലൊരു വിഭാഗം ജനത ചിന്തിക്കുന്നു, അതായത് ഭാരതത്തിൻ്റെ ഭാഗമായ ജമ്മു കാശ്മീരിനെ മോചിപ്പിക്കണം, സ്വതന്ത്രമായൊരു രാഷ്ട്രമാക്കണം. അവർ പാകിസ്ഥാൻ്റെ കൂടെ ചേരാനും അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സ്വതന്ത്രമായൊരു രാഷ്ട്രം വേണമെന്നുള്ളതാണ് ഈ ഒരു വിഭാഗം ആൾക്കാർ ചിന്തിക്കുന്നത്. സ്വാഭാവികമായും അവരുടെ ഭാവി തലമുറയിലേക്ക് അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാരിലേക്ക് ഇത്തരം വിഷം കുത്തിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ കുട്ടികൾ അല്ലെങ്കിൽ ഇവരുടെ ഇത്തരം ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരുടെ കുട്ടികൾ വളർന്നു വരുന്നത് ഇവർ നൽകിയ ആശയങ്ങൾ അല്ലെങ്കിൽ ഇവർ പകർന്നു നൽകിയ ആശയങ്ങൾ ചിന്തിച്ചും അതിലൂടെ അത് നടപ്പാക്കാൻ ശ്രമിക്കുകയുമാണ് വരും തലമുറ
തലമുറ ശ്രമിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ മതബോധം അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ഭാഗമായി തന്നെ അവരിലേക്ക് ഇത്തരം ചിന്താഗതി കൂടി കടത്തിവിടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നമുക്കറിയാം ഈ മുസ്ലിം മതത്തിൻ്റെ ഭാഗമായി അവർ മതപഠനം നടത്തുന്നുണ്ട്. ആ മതപാഠശാലകളിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ കഴിഞ്ഞ 22-ാം തീയതി മുതൽ ജനം TV സംഘം ഈ പെഹൽഗാമിലും അതേപോലെ തന്നെ ഈ ശ്രീനഗറിലും ഒക്കെയായി സഞ്ചരിക്കുന്നു. ഈ സഞ്ചരിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ പലരുമായി കൂടിക്കാഴ്ച നടത്തുന്നു, പലരുമായി ചർച്ച ചെയ്യുന്നു. ഈ ഭൂരിഭാഗം ആൾക്കാരുടെ ഉള്ളിലെ ഒരു വികാരം ഇത് തന്നെയാണ്. അതേസമയം അല്ലാതെ ചിന്തിക്കുന്നത്, അതായത് ഭാരതത്തിൻ്റെ ഭാഗമായി തന്നെ നിലകൊള്ളണം എങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഒരു വികസനം അല്ലെങ്കിൽ തങ്ങളുടെ വരും തലമുറകൾക്ക് ഒരു വികസനം സാധ്യമാകൂ, അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് ഈ ഭാരതത്തിൻ്റെ ഭാഗമായി നിന്നുകൂടി അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ സാധ്യമാകൂ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനതയുണ്ട്. എന്നാൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾ ഒരു കോണിൽ കൂടെ നടക്കുന്നു. അതിനപ്പുറത്തേക്ക് അവരെ ആക്രമിച്ചും അവരെ ഭീതിപ്പെടുത്തിയുമൊക്കെ തന്നെ അവരെ ഈ ചിന്താഗതിയിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും 2014 ശേഷം, ഞാൻ 2014 മുമ്പ് കശ്മീരിൽ വന്നിട്ടുണ്ട്, 14 ശേഷം ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിനായി ഇവിടെ വന്നിട്ടുണ്ട്. വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. എല്ലാ മേഖലകളിലും സമഗ്രമായ മാറ്റമാണ് വന്നിട്ടുള്ളത്. അത് ഒരാൾക്കും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കും ഒരു തരത്തിലും അതിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ വലിയ ഒരു മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്. 2014 മുമ്പ് നമുക്കറിയാം അപ്രതീക്ഷിതമായി നിരവധി അക്രമങ്ങൾ നടന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2014 ശേഷം ഈ ജമ്മു കാശ്മീരിൽ വലിയ രീതിയിൽ, അതായത് പുൽവാമ നമുക്ക് മാറ്റി നിർത്തിയാൽ വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ കാശ്മീരിലെ ജനത, ഒരു വിഭാഗം ജനങ്ങൾ അത് തിരിച്ചറിയുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം ജനങ്ങൾ അത് ഈ അക്രമം അത് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗം കൂടിയാക്കി മാറ്റിക്കൊണ്ട് ഈ കാശ്മീരിനെ സ്വതന്ത്രമാക്കണം. നന്ദഗോപന്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. അഡ്വക്കേറ്റ് രാംകുമാർ, നമ്മൾ ഇന്ത്യ എടുത്ത നടപടിയിൽ പാകിസ്ഥാൻ പേടിക്കുന്നത്, ഇന്ത്യയുടെ നിലപാടുകളിൽ പാകിസ്ഥാൻ പേടിക്കുന്നത്, പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒക്കെയും പറഞ്ഞുവല്ലോ. ഈ പാകിസ്ഥാൻ്റെ നയം മാറ്റത്തിന് പിന്നിൽ മറ്റൊന്നുകൂടിയില്ലേ? ഭാരതത്തിന് പിന്നിൽ അണിനിരക്കുന്ന ലോകരാജ്യങ്ങളെ ഓർത്ത്. ഇവിടെ ശ്രീ നന്ദഗോപൻ വരച്ച് കാണിച്ച ചിത്രമാണ് കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഉള്ളതെന്നാണ് എൻ്റെ തോന്നൽ. കാരണം പാകിസ്ഥാൻ്റെ ബലഹീനത നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഒരു യാഥാർത്ഥ്യമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പാകിസ്ഥാന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമേരിക്കയുടെയും ചൈനയുടെയും സഹായമുണ്ട്. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു എടുത്തുചാട്ടത്തിന് അവർ ഒരിക്കലും മുന്നോട്ട് വരുമായിരുന്നില്ല. എൻ്റെ 2 സുഹൃത്തുക്കൾ പറഞ്ഞത് പാകിസ്ഥാനിൽ ഒരുപാട് ബലഹീനതകളുള്ളത്. ഇനി നിർഭാഗ്യവശാൽ എനിക്കതിനോട് യോജിപ്പില്ല. കാരണം പാകിസ്ഥാനെ ഒറ്റക്കെട്ടായി നിർത്തുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്. പാകിസ്ഥാനെ മാത്രമല്ല, പാകിസ്ഥാനേക്കാൾ എത്രയോ മോശമായ സ്ഥിതിയുള്ള ബംഗ്ലാദേശ് ഇന്ന് ഇന്ത്യക്കെതിരായി ഭീഷണി പുറപ്പെടുവിക്കുന്നത് ചൈനയുടെയും അമേരിക്കയുടെയും സഹായം ഒരുപോലെ കിട്ടുന്നതുകൊണ്ടാണ്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു ബലഹീന രാജ്യമാണ്. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അവിടെ ബലൂചി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്കൊരു മേക്കൈയുണ്ട് എന്ന ധാരണ വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു നീക്കത്തിനോട് നിർഭാഗ്യവശാൽ എനിക്കിത്രയും ദൂരത്തിരുന്നുള്ള എൻ്റെ ഒരു നിഗമനമനുസരിച്ച് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനിലെ പട്ടാളവും ഭരണകൂടവും ഇന്ന് യോജിപ്പിലാണ്. ഇത്രയും കാലം പട്ടാളം ഭിന്നിച്ചു നിന്നിരുന്നു. ഇന്ന് പട്ടാളവും രാഷ്ട്രീയ നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ്. ആ ഭീഷണി യാഥാർത്ഥ്യമാക്കുന്നത് കാശ്മീർ വഴിയാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പണ്ടില്ലാത്ത രീതിയിൽ ബംഗ്ലാദേശിൻ്റെ സഹായവും പാകിസ്ഥാന് കിട്ടും. കാരണം ഇന്ന് ബംഗ്ലാദേശ് വിഘടിച്ച് നിന്നാലും ഏറ്റവും അടുത്ത സുഹൃത്ത് പാകിസ്ഥാനാണെന്നാണ് ബംഗ്ലാദേശിൻ്റെ ഇന്നത്തെ ഭരണാധികാരികൾ കരുതുന്നത്. ചുരുക്കത്തിൽ പടിഞ്ഞാറ് പാകിസ്ഥാനും
കിഴക്ക് ബംഗ്ലാദേശും നമുക്ക് ഭീഷണിയായി വരുന്ന അവസരത്തിൽ അതിര് കടന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അസ്ഥാനത്തായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, അങ്ങ് പറഞ്ഞത് പട്ടാളവും ഭരണകൂടവും ഒരുമിച്ചാണെന്ന പേടി നമുക്കും വേണമെന്നാണ്. പക്ഷേ പട്ടാളവും ഭരണകൂടവും ഭീകരരും ഒരുമിച്ചാകുമ്പോഴാണ് അവർ പ്രതിരോധത്തിലേക്ക് പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ചോദ്യത്തിൻ്റെ തുടർച്ചയാണ്. പിന്നിലാരുമില്ലെന്ന പേടി കൂടിയുണ്ടോ പാകിസ്ഥാൻ? ഇപ്പോൾ അങ്ങനെ ഒരു പേടി കൂടി പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാൻ ഏതാണ്ട് ഒറ്റയ്ക്കാണ്. മുൻകാലങ്ങളിൽ അമേരിക്കയുടെ കലവറയില്ലാത്ത പിന്തുണ ലഭിച്ചിരുന്നു പാകിസ്ഥാന്. സൈനികമായ പിന്തുണ ലഭിച്ചിരുന്നു, ടാക്ടിക്കൽ പിന്തുണ ലഭിച്ചിരുന്നു. ശീതയുദ്ധ സമയത്ത് റഷ്യയുടെ പിന്തുണ, ചേരിചേരാ നയം നമ്മൾ അഡോപ്റ്റ് ചെയ്തപ്പോൾ പോലും റഷ്യയുടെ പിന്തുണ കൊണ്ടാണ് 1971 സുഗമമായി നമുക്ക് യുദ്ധം വിജയിക്കാൻ കഴിഞ്ഞത്. നേരിട്ട് ഇടപെട്ടില്ല റഷ്യ, ഇന്ത്യ തന്നെയാണ് ഫൈറ്റ് ചെയ്തത്. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് ശക്തമായ ഒരു നിലപാടെടുക്കാനും അമേരിക്കയുടെ 6ാം കപ്പൽപ്പട വേണമെങ്കിൽ അവിടെ വന്ന് നിന്നോളൂ, ഇങ്ങോട്ട് വരുന്നെങ്കിൽ വന്നോളൂ, പക്ഷേ തിരിച്ചു പോകണോ വേണ്ടായോ എന്ന് ഞങ്ങൾ ഇന്ത്യക്കാർ തീരുമാനിക്കും എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിഞ്ഞത് ഭാരതത്തിന് അന്ന് ട്രീറ്റി ഓഫ് പീസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ 1971 ട്രീറ്റിയാണ്. അതനുസരിച്ച് റഷ്യയുടെ സഹായം ലഭിച്ചതുകൊണ്ടാണ്. പക്ഷേ അതേസമയം പാകിസ്ഥാന് അമേരിക്കയുടെ സഹായവും ആ രീതിയിൽ ലഭിച്ചിരുന്നു എന്നോർക്കണം. ഇന്ന് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി വേദനയോടുകൂടി പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വേദനയോട് പറഞ്ഞു അമേരിക്കയൊക്കെ ഞങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് സൈന്യം ഇടപെട്ടപ്പോൾ അവരെ തുരത്താനായി ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെ അവർ ഉപയോഗിക്കുകയായിരുന്നു. അതാണ് തീവ്രവാദം. അപ്പോൾ അത് ഇന്ന് അമേരിക്കയുടെ പിന്തുണ ഇല്ല. പക്ഷേ ട്രംപ് കച്ചവടക്കാരനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചു, എനിക്ക് മോദിയെ അറിയാം, എനിക്ക് ഷഹബാസ് ഷെറീഫിനെ അറിയാം, അവരൊക്കെ തമ്മിൽ അങ്ങ് തീർത്തോളും, എന്നെ അങ്ങ് വിടാ പൊന്നപ്പ എന്ന രീതിയിലാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. അത് അദ്ദേഹത്തിന് ആ നിലപാടാണ്. അപ്പം അമേരിക്കയിൽ നിന്നും ഈ വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ വലിയ നിലപാടൊന്നും ഉണ്ടാവില്ല. പക്ഷേ പാകിസ്ഥാനും അനുകൂലമായ നിലപാടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇവിടെ സൈനികമായി മേൽക്കോയ്മ ഇന്ത്യക്ക് തന്നെയാണ്. ആണവ കാര്യങ്ങളൊക്കെ വിട്ടോളൂ, ആണവ യുദ്ധമൊന്നും ആരും ജയിക്കാനും നോക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള ചർച്ചയ്ക്കുള്ള സമയമായില്ല. ബിലാവൽ ഭൂട്ടോയെ പോലെയുള്ള വലിയ പക്വതയില്ലാത്ത ആളുകൾ നടത്തുന്ന ചില ജൽപ്പനങ്ങളാണ് ഞങ്ങളുടെ കയ്യിൽ ബോംബുണ്ട്, ഞങ്ങൾ സൂക്ഷിച്ചോ ഇതൊക്കെ പറയുന്നത്. അതൊക്കെ വെറും ജൽപ്പനങ്ങൾ മാത്രമായി കരുതിയാൽ മതി. അവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരാണ് കൂടുതൽ ഇന്ത്യ വിരുദ്ധത പറയുന്നത് തമ്മിൽ മത്സരമാണ്. പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞതുപോലെ മത്സരിച്ച് ഇപ്പം ബിലാവൽ ഭൂട്ടോയുടെ പാർട്ടി, അതായത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, സിന്ധിലേക്ക് മാത്രം ഒതുങ്ങണം. അവർക്കൊന്നും പഞ്ചാബിലൊന്നും വലിയ കാര്യമായ വേരുകളില്ല. ഖൈബർ പക്തൂൺഖയിലൊന്നും അവർ കടന്നു കയറാനാവില്ല. ബലൂചിസ്ഥാനിൽ അവർക്ക് വേരുകളില്ല. അപ്പോൾ ഒരു സിന്ധ് പാർട്ടിയായി മാറി പഴയ ഭരണകക്ഷിയാണ്. ഇനി അതെല്ലാം കൂടെ ചേർന്ന് യോജിക്കുകയാണ്. പാകിസ്ഥാനിൽ പ്രധാനപ്പെട്ട പാർട്ടി ഇപ്പോൾ PTI ആണ്, ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ്, എക്സ്ട്രീംലി പോപ്പുലറാണ്. പക്ഷേ ആ പാർട്ടിയെ പൊങ്ങാൻ സൈന്യമുള്ളിടത്തോളം കാലം അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രസ്താവന മത്സരിച്ച് രാഷ്ട്രീയ കക്ഷികൾ, മുസ്ലിം ലീഗിന് നിലനിൽക്കണമെങ്കിൽ നവാസ് ഷെരീഫിൻ്റെയും ഷഹബാസ് ഷെരീഫിൻ്റെയും മറിയൻ ഷഹബാസിൻ്റെയും ഒക്കെ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ വിരുദ്ധത പറഞ്ഞുകൊണ്ടേയിരിക്കണം. വയറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. മോഹൻ വർഗീസ്, സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇടപെടുന്നു. ഏറ്റവും ഒടുവിലത്തെ ചോദ്യം, കേണൽ എസ് ഡിന്നി, വളരെ പെട്ടെന്ന് ഉത്തരം. ഇനി എന്ത് ഉള്ള ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഇനി തിരിച്ചടി തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. നമ്മളെ ഓരോ ഭാരതീയരും നമുക്ക് വേണ്ടുള്ളത് കുറച്ച് നമ്മൾ പേഷ്യൻസ് കാണിക്കണം. അതായത് നമ്മൾ എടുത്തു ചാടി ഒരു നടപടിയും ആരും ചെയ്യാൻ പോകുന്നില്ല. അവർ ചെയ്യുന്നവർ വളരെ ആലോചിച്ച് അത് ദീർഘവീക്ഷണത്തിലൂടെ മാത്രമേ ചെയ്യത്തുള്ളൂ. നമ്മളിവിടെ ഒരു പരിഹാരം എന്ന് വെച്ചാൽ വെറും ഇതിനു വേണ്ടിയുള്ള ഒരു പരിഹാരമല്ല, വലിയ ഒരു ലക്ഷ്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. തിരിച്ചടി ഉറപ്പാണ്. അത് എപ്പോ, എങ്ങനെ, എവിടെ എന്നുള്ളത് നമുക്ക് കണ്ടേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്നിരുന്നാലും പാകിസ്ഥാനും പാകിസ്ഥാൻ സൈന്യത്തിന് ഇൻ പർട്ടിക്കുലർ അവർക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ ഇനി വരും ദിവസം നമ്മൾ കാണും. അതിനകത്ത് യാതൊരു സംശയമല്ല. ഇനി ഏത് ഭീകരവാദി ക്യാമ്പിൽ പോയാലും ജനറൽ ആസിഫ് മുനീറും അവരുടെ എത്ര ആളുകളുണ്ടോ അവർക്ക് എണ്ണി തന്നെ നമ്മൾ ഈ കണക്ക് തീർക്കും തന്നെയാണ് എനിക്ക് പറയാം. ഇന്ത്യ പിടിമുറുക്കിയതോടെ പാകിസ്ഥാൻ പരിതാപ നിലയിലാണ്. അക്കാര്യത്തിൽ സംശയമില്ല. ആഭ്യന്തര പ്രശ്നങ്ങൾ നിരവധിയാണ് അവർക്കുള്ളിൽ. ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യയുടെ നടപടി അവരെ പേടിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്നിൽ അണിനിരക്കുന്നതിൽ ആശങ്കയുമുണ്ട്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് രാംകുമാർ, കേണൽ എസ് ഡിന്നി.
ഡോക്ടർ മോഹൻ വർഗീസ്, പ്രൊഫസർ റോണി കെ ബേബി ചർച്ചയിൽ പങ്കെടുത്തതിന് ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.